പഠിച്ചിട്ടുണ്ട്? FS എന്നൊരു കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി FS എന്തെല്ലാം ഉണ്ട്? FS SOPL ഉണ്ട്, വിച്ച് വി ഹാവ് ഓൾറെഡി ലേൺ. പിന്നെന്താണ്? SOFP ഉണ്ട്, പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സും ഡിസ്ക്ലോഷർ നോട്ട്സും ഉണ്ട് അല്ലേ? പിന്നെ എന്തുകൊണ്ട്? CFSും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സാണ്. ഇതൊക്കെ എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിൽ നമ്മൾ ഓൾറെഡി 3 കഴിഞ്ഞു. 3 മൂന്നാമത്തേത് ജസ്റ്റ് ഒരു വർക്കിങ്സ് പോലെ മാത്രം കാണിക്കുന്ന ഒരു സാധനം. ഇനി 4ാമത്തേതാണ് CFS, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ക്ലിയർ? അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പേരിലുള്ള പോലെ തന്നെ നമ്മൾ പ്യോർലി ക്യാഷ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടോ? ഇനി ശ്രദ്ധിക്കുക, ക്യാഷിന് 2 നേച്ചറേ ഉള്ളൂ. നമ്മളിതിൽ എന്തില്ല? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് റൂളൊന്നുമില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തില്ല? ഡെബിറ്റ് ക്രെഡിറ്റ് അങ്ങനത്തെ റൂളൊന്നുമില്ല, ഡബിൾ എൻട്രി റൂൾസ് ഇല്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലാണ്, അതിൻ്റെ അക്കൗണ്ട്സിലല്ല. അക്കൗണ്ട് നമ്മൾ വേറെ ഉണ്ടാക്കും, ആവശ്യത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. പക്ഷേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് റൂളില്ല. റൂൾ 1 ഉള്ളൂ, അല്ലെങ്കിൽ റൂൾ 2 ഉള്ളൂ. ക്യാഷ് ഇങ്ങോട്ട് വരുന്നതൊക്കെ ആഡ് ചെയ്യുക, ക്യാഷ് പുറത്തേക്ക് പോകുന്നതൊക്കെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ക്യാഷ് ഇൻഫ്ലോസ് ആഡ് ചെയ്യുക, ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടോടാ? ഇല്ലല്ലോ. ഇനി നോക്കാം, നമുക്ക് ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. നമുക്ക് എന്തുണ്ടാവും? റിസീവബിൾസ് ഉണ്ടാവും, പേയബിൾസ് ഉണ്ടാവും, അത് പോരാണ്ട് കുറേ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊക്കെ പേ ഓഫ് ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്തുണ്ടാവണം? ക്യാഷ് ഉണ്ടാവണം അല്ലേ? അപ്പം വെറും റിസീവബിൾസ് മാത്രം വെച്ചിട്ട് കാര്യമില്ല, കയ്യിൽ വർക്കിംഗ് ആയിട്ടുള്ളൊരു ക്യാഷ് ഫ്ലോസ് നമുക്ക് വേണം അല്ലേ? ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആവശ്യത്തിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ആണ് ക്യാഷ് ഫ്ലോ. പുറത്തേക്കും പോകും, ഉള്ളിലേക്കും വരും. ഉള്ളിലേക്ക് എങ്ങനെയാണ് വരിക? റിസീവബിൾസ് നിന്ന് വരും അല്ലേ? പിന്നെന്താണ്? നമ്മൾ ലോൺ എടുത്ത പൈസ ഇങ്ങോട്ടേക്ക് വരും, ഇങ്ങോട്ടും ഉണ്ടാവും, കൊടുക്കാനും ഉണ്ടാവും അല്ലേ? അപ്പോൾ ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യൽ ഒരു ബിസിനസ്സിന് അത്യാവശ്യമാണ്. ഒരു ബിസിനസ്സിന് ക്യാഷ് ഫ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? ഗോയിങ് കൺസേൺ ഇഷ്യൂസ് ഒക്കെ വരും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഇനി ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്നത് പോലെ തന്നെ അത് മാനേജ് ചെയ്യലും ബിസിനസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. കാരണം എന്താ? നമ്മൾ കസ്റ്റമേഴ്സിന് ഗുഡ്സ് കടത്തിന് കൊടുക്കും അല്ലേ? അത് പ്രോപ്പർലി നമ്മൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എന്ത് വരും? നമുക്ക് ക്യാഷ് ഫ്ലോ ഇഷ്യൂസ് വരും. ഓക്കെ അല്ലേ? അതേപോലെ നമ്മൾ പേയബിൾസ് ഗുഡ്സ് കടത്തിന് ഇങ്ങോട്ട് വാങ്ങും അല്ലേ? നമ്മൾ പ്രോപ്പറായിട്ട് പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ സപ്ലയർ എന്ത് ചെയ്യൂല, പിന്നെ നമുക്ക് ഗുഡ്സ് തരുമോ? ഇല്ല. അപ്പോൾ ആ ഒരു 2 ഭാഗത്തും മാനേജ് ചെയ്ത് പോവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് എന്തായാലും ആവശ്യമാണ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പാർട്ടൊക്കെ തിയറിയാണ്, ഉറങ്ങരുതേ. ഇനി ക്യാഷ് ഫ്ലോസിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ പേര് IAS 7 ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? IAS 2 പഠിച്ചു, 16 പഠിച്ചു, അല്ല പോട്ടെ, ഫസ്റ്റ് 1 പഠിച്ചു, പിന്നെ 2 പഠിച്ചു, 16 പഠിച്ചു, 38 പഠിച്ചു, 37 പഠിച്ചു, പിന്നെന്താണ് പറഞ്ഞോ? ഇപ്പോഴും പഠിക്കുന്നത് എന്താണ്? IAS 7 ആണ്. IAS 7 ഡീൽസ് വിത്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെല്ലാം കൂടി ഒന്നിച്ചിടുകയല്ല ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും? അതിന് ഓരോ കാറ്റഗറി ആക്കും. ഓരോ ക്യാഷ് ഫ്ലോസിന് എന്ത് ചെയ്യും? ഓരോ കാറ്റഗറി ആക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? അതാണ് നമ്മൾ ക്യാഷ് ഫ്ലോസിനെ കമ്പണൻസ് ആക്കി മാറ്റിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും ഇൻ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇതിന് എന്തിനും കൂടി ഹെൽപ്പ് ചെയ്യും? കമ്പയർ ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? IAS 7 ആണ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? IFRS ആണ്. അതിൽ ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഈ IFRS പ്രകാരമായിരിക്കൂലേ ബാക്കിയുള്ള കമ്പനികളും ക്യാഷ് ഫ്ലോസ് പ്രിപ്പയർ ചെയ്യാം അല്ലേ? അപ്പോൾ 2 കമ്പനീസിൻ്റെ ക്യാഷ് ഫ്ലോസ് നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. കാരണം എന്താ? അവരും മാറ്റിയിട്ട് പ്രിപ്പയർ ചെയ്യില്ല, നമ്മളും മാറ്റിയിട്ട് പ്രിപ്പയർ ചെയ്യില്ല. നമ്മളും സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുക, അവരും എന്താണ്?
സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? തിയറി പാർട്ടാണ്, രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ്. അതിലൊന്നാണ് പറഞ്ഞത് എന്താണ് ചെയ്യുന്നത്, നമ്മൾ ക്യാഷ് ഫ്ലോസിനെ കമ്പണൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക, നമ്മളുടെ ക്യാഷ് ഫ്ലോൻ്റെ പെർഫോമൻസും നമ്മളുടെ അതർ ബിസിനസ്സിൻ്റെ, അതായത് നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള അതർ ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അത് സെയിം ഇൻഡസ്ട്രി തന്നെ ആവണമെന്നില്ല, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീനെ നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. കാരണം എല്ലാവരും എന്താ ചെയ്യുന്നത്, CFS IAS 7 പ്രകാരമാണ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ആരും ഉറങ്ങല്ലേ. ഇനി രണ്ടാമത്തേത് എന്താണ് നോക്കുന്നത്, നമ്മൾ ക്യാഷ് ഐറ്റംസ് ഡീല് ചെയ്യുന്നതിനാണ് ലിക്വിഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. ക്യാഷ് ഐറ്റംസിന് എന്താണ് പറയാ, ലിക്വിഡ് ഐറ്റംസ് എന്നാ പറയാം. എന്തുകൊണ്ടാണ് ലിക്വിഡ് എന്ന് പറയുന്നത്? ലിക്വിഡ് എന്താ, വെള്ളം നമ്മളെ കൈമ നിൽക്കുമോ? ഇല്ല, പോയി പോകും അല്ലേ. സോ സെയിം വേ ക്യാഷ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് എടുക്കാനും, അതായത് വാങ്ങാനും കൊടുക്കാനും ഉപകാരപ്പെടുന്ന സാധനമാണ്. അതായത് റെഡിലി അവൈലബിൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ക്യാഷിൻ്റെ നേച്ചർ എന്താണ്, എപ്പോഴും ലിക്വിഡാണ്, ലിക്വിഡ് ഇൻ നേച്ചറാണ്. എന്തുകൊണ്ടാണ്, നമ്മൾക്ക് ക്യാഷ് കൊടുക്കാനും വാങ്ങാനും ഈസിയാണ് അല്ലേ. ട്രാൻസാക്ഷന് വേണ്ടി ഏറ്റവും ഈസി എന്താണ്, ക്യാഷാണ്. ക്ലിയർ. അപ്പോൾ ഒരു CFS നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു കമ്പനിയുടെ എബിലിറ്റി, അതായത് ലിക്വിഡിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് കിട്ടും അല്ലേ. അപ്പം രണ്ടാമത്തെ ഓബ്ജക്റ്റീവ് അതാണ്, കമ്പനിയുടെ ലിക്വിഡിറ്റി അറിയാം. അതായത് കമ്പനിയുടെ കയ്യിൽ എത്രത്തോളം ക്യാഷ് ഫ്ലോസ് ഉണ്ട്, ആ ക്യാഷ് ഫ്ലോസ് എന്തിനൊക്കെ കമ്പനി ഉപയോഗിച്ചിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും. ക്ലിയർ അല്ലേ. രണ്ടാമത്തത്, നമ്മളെ കടങ്ങൾ വീട്ടുന്ന ആ ഒരു എബിലിറ്റിക്കാണ് എന്ത് പറയുന്നത്, സോൾവെൻസി എന്ന് പറയുന്നത്. എന്താ പറയുക, സോൾവെൻസി അല്ലേ. അപ്പോൾ CFS നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് അറിയാൻ പറ്റും, സോൾവെൻസി അറിയാൻ പറ്റും. ഇനി ലാസ്റ്റ് ഫിനാൻഷ്യൽ അഡാപ്റ്റബിലിറ്റി. എന്താണ് ഈ ഫിനാൻഷ്യൽ അഡാപ്റ്റബിലിറ്റി? നമ്മൾ കമ്പനി നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്ത് വരും, ചിലപ്പം അൺസർട്ടൺ ഇവൻറ്റ്സും അൺഫോഴ്സിങ് സർക്കംസ്റ്റാൻസസ് ഒക്കെ ഫ്രണ്ടിലുണ്ടാവും അല്ലേ. കാരണം എന്താ, ഫ്യൂച്ചർ എപ്പോഴും അൺസർട്ടൺ ആണ്. അപ്പോൾ ആ അൺസർട്ടനിറ്റീസിൽ നമ്മളെ കമ്പനി എങ്ങനെയാണ് ഫിനാൻഷ്യലി അഡാപ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഫിനാൻഷ്യൽ അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, നമ്മൾ എന്താ പറയുക, ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആവുക, അതിനാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ അഡാപ്റ്റബിലിറ്റി എന്താ, ഭാവിയിൽ കമ്പനിക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ കമ്പനി എങ്ങനെ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള എബിലിറ്റി. ക്ലിയർ അല്ലേ, ഡൗട്ട്സ് ഇല്ലല്ലോ. ഇനി ബെനിഫിറ്റ്സ് ഓഫ് CFS ആണ്. ഫസ്റ്റ് വൺ, ലിക്വിഡിറ്റി ആൻഡ് സോൾവെൻസി, അതായത് കമ്പനിയുടെ ലിക്വിഡിറ്റിയും സോൾവെൻസി എങ്ങനെയാണെന്ന് നോക്കുന്നത്. രണ്ടാമത്തേത് എന്താണ്, ഫിനാൻഷ്യൽ അഡാപ്റ്റബിലിറ്റി. അതാണ് എപ്പോഴും പറഞ്ഞത്, എന്താണ്, കമ്പനിയുടെ ഫ്യൂച്ചർ ഇവൻറ്റ്സിൽ കമ്പനി എങ്ങനെ കമ്പനീനെ സ്വന്തം തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇൻ കേസ് ഓഫ് ക്യാഷ് ഫ്ലോസ്. മൂന്നാമത്തേത് എന്താണ്, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. അതായത് നമുക്ക് ലോങ് ടേം ആയിരിക്കണം ക്യാഷ് ഫ്ലോ ഇഷ്യൂ സോൾവ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഷോർട്ട് ടേം മാത്രം സോൾവ് ചെയ്തിട്ട് കാര്യമില്ല. ക്ലിയർ അല്ലേ. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇൻ ദ ലോങ് റൺ നമുക്ക് അസറ്റൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റണം, ഡെപ്റ്റൊക്കെ റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. ക്ലിയർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ക്യാഷ് ഫ്ലോസിന് എന്ത് ചെയ്യുന്നുണ്ട്, 3 കാറ്റഗറീസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി ഓപ്പറേറ്റിംഗ്, രണ്ടാമത്തേത് ഫിനാൻസിങ്, മൂന്നാമത്തേത് എന്താണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ക്ലിയർ അല്ലേ. ഒന്നെന്താണ് ഓപ്പറേറ്റിംഗ്, ഫിനാൻസിങ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇനി ക്യാഷ് ഫ്ലോസിൻ്റെ ഡ്രോബാക്സ് ആണ്, അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ക്യാഷ് ഫ്ലോ എന്താണ്, ഹിസ്റ്റോറിക് ഇൻ നേച്ചറാണ്. അതായത് നമ്മൾ അസറ്റ് വാങ്ങുമ്പം ആ ഒരു എമൗണ്ട് മാത്രമേ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. ആ അസറ്റിനോടുള്ള വേറുള്ള ഒരു കാര്യം, അതായത് നമ്മളിപ്പം പഠിച്ചു, നമ്മളൊരു ഈ ഇയറിൽ നമ്മൾ ബാങ്കിൽ പോയി പൈസ ഇട്ടു, ഒരു 100 ഇട്ടെന്ന് വിചാരിക്കാം. ഒരു 5 years കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 100 തന്നെ കിടക്കുമോ? ഇല്ല, അതെന്തായാലും മാറും. അപ്പം നിങ്ങൾ FA കഴിഞ്ഞ് FRലൊക്കെ എത്തുമ്പം, അല്ലെങ്കിൽ നിങ്ങൾ സ്കിൽ ലെവലിലോട്ട് എത്തുമ്പം നിങ്ങളൊരു സംഭവം പഠിക്കും, ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു പൈസ, അതായത് നമ്മളിടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഭാവിയിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഒക്കെ കൂടിയിട്ട് ചേഞ്ച് ആവുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ ക്യാഷ് ഫ്ലോസ് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ്ലി അത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ നോക്കുന്നില്ല. അങ്ങനത്തെ ഇൻട്രസ്റ്റ് അല്ലേ. ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതെന്താ നോക്കുന്നതെന്ന് ചോദിച്ചേക്കില്ല. അതായത് കമ്പനി ക്യാഷ് ഫ്ലോസിൽ ഭാവിയിൽ ഒരു സാധനത്തിന് എത്ര എമൗണ്ട് വരുന്നതെന്ന് ഒരിക്കലും നോക്കൂല. പ്രസൻ്റ്ലി നമ്മളെ കയ്യിൽ നിന്ന് എത്ര പൊട്ടിയിട്ടുണ്ട് അത് മാത്രമേ നോക്കുള്ളൂ. ക്ലിയർ. അപ്പോൾ ക്യാഷ് ഫ്ലോസിൽ എന്തില്ല, ആ ഒരു കമ്പണൻ്റ് എൻറ്റയർലി മിസ്സിങ് ആണ്. അതുകൊണ്ട് എന്താണ്, എപ്പോഴും ഹിസ്റ്റോറിക് ഇൻ നേച്ചറാണ്. ക്ലിയർ അല്ലേ.
രണ്ടാമത്തത്, നമുക്ക് ക്യാഷ് ഫ്ലോസ് വെച്ചിട്ട് ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നെക്സ്റ്റ് ലെസണിൽ നിങ്ങൾ ഒരുപാട് റേഷ്യോസ് പഠിക്കും. ഓക്കെ, അപ്പോൾ ആ റേഷ്യോസൊക്കെ ക്യാഷ് ഫ്ലോസും ആയിട്ടല്ല, നിങ്ങൾ SOFP ആയിട്ടാണ് പഠിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? CFS നിങ്ങൾക്ക് പെർട്ടിക്കുലർലി എടുക്കാൻ മാത്രമൊന്നുമില്ല. CFS എന്ത് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുള്ളൂ? നിങ്ങളുടെ കമ്പനിയുടെ ലിക്വിഡിറ്റി എങ്ങനെയാണ്, സോൾവൻസി എങ്ങനെയാണ്, ഫിനാൻഷ്യൽ അഡാപ്റ്റബിലിറ്റി എങ്ങനെയാണ്, ഈ 3 കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുള്ളൂ. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്, നോൺ ക്യാഷ് ആയിട്ടുള്ള ഒരു ഐറ്റംസും എവിടെ ഇല്ല? CFSലില്ല. അതായത് ഈ ഡിപ്രീസിയേഷൻ, എമോർട്ടൈസേഷൻ, ഈ വക കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല, CFSൽ റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേടോ? ബോറടിക്കുവേ. തിയറിയാണ്, ഉറങ്ങരുതേ. തിയറി പോയ എല്ലാം പോയി കേട്ടാ. തിയറി നിങ്ങൾ സോൺ ഔട്ട് ആയാൽ എല്ലാം സോൺ ഔട്ട് ആയേ, പിന്നെ ഞാൻ എന്താ പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് തിരിയൂല. അടുത്തത് ഫോമാറ്റ് ഓഫ് ദ ക്യാഷ് ഫ്ലോസ്. ഇത് പറയുന്നത് ഈ ഫോമാറ്റ് ജനറൽ ഫോമാറ്റ് ആണ്. ഇതിൽ നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്യാഷ് ഫ്ലോ മെത്തേഡ് ദാറ്റ് വി യൂസ്, നമ്മൾ എന്ത് ചെയ്യും? ഫോമാറ്റ് കുറച്ച്, അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ CFSനെ നമ്മൾ 3 ഗ്രൂപ്പായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തത്. അത് ബോർഡ് കണ്ടില്ലടാ. ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇതിനെ നമ്മൾ പേര് കൊടുക്കും ABC. ക്ലിയർ? ഓക്കെ അല്ലേ? ആ ഫോമാറ്റ് എഴുതിയെടുത്തോ നിങ്ങളെ ബുക്കിൽ നിന്ന്. ഒരു സ്ഥലത്തെ ബാലൻസ് ഒരു സ്ഥലത്ത് എന്താക്കും? ശരിയാക്കും അല്ലേ? എന്നിട്ടാണ് എന്ത് ചെയ്യുക? നിങ്ങൾ റീകൺസൈൽ ചെയ്യുക. ഈ റീകൺസൈൽ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? ഒപ്പിച്ചുകൊണ്ട് പോക്കാം. അപ്പുറത്തുള്ള ബാലൻസും ഇപ്പുറത്തുള്ള ബാലൻസും എന്ത് ചെയ്യുക? ഒപ്പിച്ചുകൊണ്ട് പോവാം. അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോസിൽ എന്തുണ്ട്? റീകൺസൈലിംഗ് ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യും? PBT എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, അതായത് റവന്യൂ COS മൈനസ് ആക്കി എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് നിന്ന് ബാക്കിയുള്ള എല്ലാ ബിസിനസ്സിലുള്ള എക്സ്പെൻസും മൈനസ് ആക്കി എന്ത് കിട്ടും? ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും ഇൻകമും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PBT കിട്ടും അല്ലേ? അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ഈ PBTന്ന് നിങ്ങൾ എന്ത് ചെയ്യുവാണ്? എല്ലാ കാര്യങ്ങളും ആഡ് ബാക്കും മൈനസും ഒക്കെ ചെയ്തിട്ട് ഒരു ബാലൻസിലേക്ക് എത്തും അല്ലേ? അപ്പോൾ നിങ്ങൾ ബേസിക്കലി എന്ത് ചെയ്യുവാണ്? നിങ്ങളുടെ SOPL പ്രിപ്പയർ ചെയ്ത PBT എടുത്തിട്ട് അതിൽ ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബേസിക്കലി റീകൺസൈലിങ് ചെയ്യുവാണ്. ക്ലിയർ അല്ലേ? അപ്പം ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എന്തെന്നാ തുടങ്ങുന്നത്? PBT എന്നാണ് തുടങ്ങുന്നത്. ഈ PBT നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? SOPL എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പം SOPL ക്യാഷ് ഫ്ലോസ് അല്ലാത്ത കുറേ ഐറ്റംസ് ഉണ്ടാവും. അതേപോലെ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ തുടങ്ങുമ്പോൾ ഏതിൽ നിന്നാണ് തുടങ്ങുക? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നല്ലേ തുടങ്ങുക അല്ലേ? അപ്പോൾ ഓപ്പറേറ്റിംഗ് അല്ലാത്ത പലതും PBTയിൽ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും, റിവേഴ്സ് അടിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി പറയാൻ പോവാണ് ക്യാഷ് എന്താണ്. ക്യാഷ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ലിക്വിഡ് ആയിട്ടുള്ള ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ക്യാഷും, ഓക്കെ, പിന്നെ ക്യാഷ് ആയിട്ട് ഓൺ ഡിമാൻഡ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് മൊത്തം എന്താണ്? ക്യാഷാണ്. ഫോർ എക്സാമ്പിൾ, കയ്യിലൊരു 10,000 കിടപ്പുണ്ടെങ്കിൽ അതും ബാങ്കിലൊരു 5,000 കിടപ്പുണ്ടെങ്കിൽ ആ 5,000 ഇത് രണ്ടും എന്താണ്? ക്യാഷാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലടോ? ഇനി ക്യാഷ് ഇക്വിവലൻസ്. എന്താണ് ക്യാഷ് ഇക്വിവലൻസ്? നമ്മൾക്ക് ഉടനടി ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്? ക്യാഷ് ഇക്വിവലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ക്യാഷ് ഇക്വിവലൻസ് എന്താണ്? ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ്സ് that are readily convertible to known amounts of cash and are subject to insignificant risk of changes in value. നമ്മളെ കയ്യിൽ സപ്പോസ് നമ്മളെ കയ്യിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമുക്ക് ഉടനടി എന്ത് ചെയ്യാൻ പറ്റും? അത് ബാങ്ക് ആയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ്. ക്ലിയർ അല്ലേ? അതായത് എന്ത് കാര്യം നമ്മൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റുന്നോ അതൊക്കെ എന്താണ്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടോ? ഇനി ഓരോ കാര്യങ്ങളും പറയാൻ പോവാണേ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലേ? ഓപ്പറേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? ബിസിനസിന്റെ ഡേ ടു ഡേ വർക്കൊക്കെ നടക്കുന്നതിനാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ? ബിസിനസ് നമ്മൾ എന്തിനാ ക്യാരി ഔട്ട് ചെയ്യുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് വിൽക്കാനാണ്
അല്ലേ? നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക് ബിസിനസ് ആണെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് അത് വിൽക്കുക അല്ലേ? നമ്മളിപ്പോൾ ഒരു ക്ലോത്തിൻ്റെ ബിസിനസ് ആണെങ്കിൽ ക്ലോത്ത് ആണ് നമ്മൾ വിൽക്കുക അല്ലേ? അപ്പം എന്താണോ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് അത് നടത്തിക്കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു അതൊക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. കേട്ടാ സാവിത്തെ? കേട്ടാ? ഓക്കെ. ഇനി ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിനെ തന്നെയാണ് എന്ത് പറയുന്നത്? റവന്യൂ പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അല്ലേ? കാരണം നമ്മൾ ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നത് റവന്യൂ എങ്ങനെയാണ്? പ്രൊഡക്ട്സ് വിറ്റിട്ടാണ്. അപ്പോൾ ആ പ്രൊഡക്ട്സ് വിൽക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. കേട്ടോ ഷിഫാന? ഓക്കെ. ഇനി ഇത് തുടങ്ങുന്നത് എന്ത് വെച്ചിട്ടാണ്? PBT വെച്ചിട്ടാണ്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വെച്ചിട്ടാണ്. ഇതിനെ ഞാൻ ജസ്റ്റ് മാറ്റും കേട്ടോ. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സർട്ടൻ കാര്യങ്ങൾ ഇതിൻ്റെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിവേഴ്സ് അടിക്കുമെന്ന് പറയാം. ഓക്കെ. റിവേഴ്സ് അടിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഒരു പ്രോഫിറ്റിനെ നമ്മൾ കുറച്ച് മാറ്റും. ഓക്കെ അല്ലേ? എന്നിട്ടാണ് അതിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ബിസിനസ്സിലെ എല്ലാ ഐറ്റംസും കൊണ്ടുവരും. ക്ലിയർ അല്ലേ? അങ്ങനെ അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയി. രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എപ്പോഴും NCA റിലേറ്റഡ്, അതായത് നോൺ കറണ്ട് അസറ്റ്. ക്ലിയർ അല്ലേ? തപ്പി തുറങ്ങല്ലേ? അപ്പൊ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്താണ്? നോൺ കറണ്ട് അസറ്റ് റിലേറ്റഡ് ആണ്. ഓക്കെ അല്ലേ? നോൺ കറണ്ട് അസറ്റ് രണ്ടും ഉണ്ട്, ടാഞ്ചിബിളും ഉണ്ട് ഇൻടാഞ്ചിബിളും ഉണ്ട്. ഓക്കെ അല്ലേ? മൂന്നാമത്തത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, കമ്പനിക്ക് രണ്ട് രീതിയിൽ ഫിനാൻസ് കിട്ടും. ഒന്നെന്താണ്? ഷെയർ ക്യാപിറ്റൽ. രണ്ടാമത്തെ എന്താണ്? ഡെപ്റ്റ് അല്ലേ? അപ്പൊ ഇത് രണ്ടിനും റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ഇടും. അപ്പൊ ഈ CFSനെ നമ്മൾ എന്താ ആക്ച്വലി ചെയ്തത്? കുറേ ഗ്രൂപ്പായിട്ട് മാറ്റി അല്ലെ? 3 ഗ്രൂപ്പാക്കി മാറ്റി. ഒന്ന് ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഒന്നാമത്തെ കാറ്റഗറി, അതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. രണ്ടാമത്തേത് എന്താണ്? ബിസിനസ്സിന് നമ്മൾ ലോങ് ടേം അസറ്റ്സ് വാങ്ങുന്ന ഒരു കാറ്റഗറി, അതാണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. മൂന്നാമത്തേത് എന്താണ്? നമ്മൾ ബിസിനസ്സിന്റെ ഫണ്ട്സ് അവൈലബിൾ ആക്കുക, ഫണ്ട്സ് കൊടുക്കുക, വാങ്ങുക, ഇതൊക്കെ എന്താണ്? ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ക്ലിയർ അല്ലേ? 3 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസും ക്ലിയർ അല്ലേ? ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ വീണ്ടും പോകും. അപ്പൊ ഇതിനെ നമ്മൾ ABC എന്നാ വിളിക്കാം. A എന്താണ്? ഓപ്പറേറ്റിംഗ്, B എന്താണ്? ഇൻവെസ്റ്റിംഗ്, C എന്താണ്? ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ Aയും Bയും Cയും ഒന്നിച്ച് ആഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Aയും Bയും Cയും എന്ത് ചെയ്യും? ഒന്നിച്ച് ആഡ് ചെയ്യും. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് SOFP എപ്പോഴും അവൈലബിൾ ആയിരിക്കും. SOFP നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ആ അവൈലബിലിറ്റി എങ്ങനെയായിരിക്കും? കഴിഞ്ഞ കൊല്ലത്തെ SOFPയും ഇക്കൊല്ലത്തെ SOFPയും അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് തരിക. കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസും ഇക്കൊല്ലത്തെ ബാലൻസും. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസ് എന്താ? നിങ്ങളുടെ ഓപ്പണിംഗ് ബാലൻസാണ് അല്ലേ? ഇക്കൊല്ലത്തെ ബാലൻസ് എന്താ? ക്ലോസിംഗ് ബാലൻസാണ്. ക്ലിയർ? അതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ A+B+C, അതായത് ഓപ്പറേറ്റിംഗ്, ഇൻവെസ്റ്റിംഗ്, ഫിനാൻസിങ്, ഈ 3 ആക്ടിവിറ്റീസിലെ ക്യാഷ് ഫ്ലോസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആഡ് ചെയ്യും. ഈ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് നിങ്ങൾക്ക് എവിടുന്ന കിട്ടുക? നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷനിൽ SOFP ഉണ്ടാവും. SOFPയിലെ പ്രീവിയസ് ഇയർ ബാലൻസ് ആയിരിക്കും ഇക്കൊല്ലത്തെ ഓപ്പണിംഗ് ബാലൻസ്. ക്ലിയർ അല്ലേ? നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങൾക്കൊരു എമൗണ്ട് കിട്ടും അല്ലേ? അത് ആഡ് ചെയ്ത് നിങ്ങൾക്കൊരു എമൗണ്ട് കിട്ടൂലേ? ആ എമൗണ്ടും നിങ്ങളുടെ SOFPയിലെ ക്ലോസിംഗ് ബാലൻസും സെയിം ആയിരിക്കണം. അതായത് ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങളിവിടെ A+B+C ചെയ്തു അല്ലേ? ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ഞാൻ പറഞ്ഞ പോലെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിച്ചു. ഇതെല്ലാം വരണത്ര, ഇൻഡെപ്തായിട്ട് പോകണത്ര. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിച്ചു അല്ലേ? അതേപോലെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിലെയും ക്യാഷ് ഫ്ലോസ് നിങ്ങൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കണേ, 1 മിനിറ്റ് പോയാൽ നിങ്ങൾക്ക് എല്ലാം പോയാൽ ഞാൻ റിപ്പീറ്റ് ചെയ്യണേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? A+B+C ചെയ്യും. ഓക്കെ. അങ്ങനെ നമുക്ക് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് കിട്ടും. ഓക്കെ അല്ലേ? ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ എന്തുണ്ടാവും? ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഉണ്ടാവും. ഓക്കെ. അത് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ബാലൻസ് കിട്ടൂലേ? ആ ബാലൻസും
SOFPയിലെ കറണ്ട് ഇയർ ബാലൻസും സെയിം ആയിരിക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് തിരിയുക നിങ്ങൾ SCFS കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ക്ലിയർ അല്ലേ? നമ്മൾ ബാലൻസ് ഷീറ്റിൽ ടാലി ആകുന്ന പോലെ ഇവിടുത്തെ ടാലി അതാണ്. നമുക്ക് ഇതിൽ നിന്ന് ചെയ്തിട്ട് കിട്ടുന്ന ബാലൻസും SOFPയിലെ ക്ലോസിംഗ് ബാലൻസും സെയിം ആയിരിക്കണം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? നീ ശ്രദ്ധിക്കുക, നമുക്ക് ക്യാഷ് ഫ്ലോസ് ആക്ച്വലി 2 മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാം. 2 മെത്തേഡിൽ എന്ത് ചെയ്യാം? ക്യാഷ് ഫ്ലോസ് പ്രിപ്പയർ ചെയ്യാം. ഒരു മെത്തേഡിനെ ഡയറക്റ്റ് മെത്തേഡ് എന്നാ പറയാം, മറ്റേ മെത്തേഡിനെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നാ പറയാം. അപ്പോൾ CFS എന്താണ്? ടോട്ടൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 2 മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റും പിന്നെന്താണ് ഇൻഡയറക്റ്റും. ഈ ഡയറക്റ്റും ഇൻഡയറക്റ്റും തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ. ആ വ്യത്യാസം വരുന്നത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഉള്ളിലേക്കാണ്. അല്ലെങ്കിൽ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയുന്ന കാര്യം മാത്രമാണ് മാറുന്നുള്ളൂ. ബാക്കി ഹെഡിങ്സ് ഒക്കെ സെയിമാണ്. മനസ്സിലായോ? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഹെഡിങ് അവിടെ തന്നെ കിടക്കും. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എമൗണ്ട് വേറെ മെത്തേഡിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? അത് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടാവും. 2 മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് എന്താണ്? ഇൻഡയറക്റ്റ് മെത്തേഡാണ്. എന്തുകൊണ്ടാണ് ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഈ ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെത്തേഡ്. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി FSന്റെ ബാക്കിയുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്തു അല്ലേ? SOPL SOFP ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞില്ലേ അല്ലേ? അതുപോലെ നമ്മൾ എന്തും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ലെഡ്ജേഴ്സും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ജേർണൽ എൻട്രീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ ഈ ലെഡ്ജേഴ്സ് യൂസ് ചെയ്തിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾക്ക് പൈസ ഇങ്ങോട്ട് എത്ര കിട്ടാനുണ്ട് എന്നുള്ള റിസീവബിൾസിൻ്റെ ടോട്ടലും പേയബിൾസിൻ്റെ ടോട്ടലും ഒക്കെ എടുത്തിട്ട് നമ്മൾ നെറ്റ് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കും. ക്ലിയർ അല്ലേ? ഇതിനാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് മെത്തേഡ് ബിസിനസ്സസ് എടുക്കാൻ മടിക്കുന്നത് കാരണം നമ്മൾ ലെഡ്ജേഴ്സ് റെഡിലി പബ്ലിക്കിന് അവൈലബിൾ ആക്കി കൊടുക്കും അല്ലേ? നമ്മൾ പബ്ലിക്കിനോട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, നമ്മുടെ റിസീവബിൾസ് എത്ര ഉണ്ട്, പേയബിൾസ് എത്ര ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് ഓഫൺ എടുക്കാൻ മടിക്കുന്ന ഒരു കേസാണ് എന്ത്, ഡയറക്റ്റ് മെത്തേഡ്. കാരണം എന്താ, ടു മച്ച് ഇൻഫർമേഷൻ വുഡ് ബി ഔട്ട് ഇൻ ദ പബ്ലിക്. ക്ലിയർ അല്ലേ? ഇനി ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എടുക്കുന്ന എന്താണെന്ന് നോക്കാം. എടാ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കേസുണ്ട്, ഗ്രോസ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് എന്തെങ്കിലും മൈനസ് ആക്കിയാലായിരിക്കും എന്ത് കിട്ടുക, നെറ്റ് കിട്ടുക അല്ലേ? ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ട്രാൻസാക്ഷൻ എന്താണോ നമ്മൾ മൈനസ് ആക്കുന്നത് അതാണ് എന്ത്, നെറ്റ് എമൗണ്ട്. ക്ലിയർ അല്ലേ? പക്ഷെ ക്യാഷ് ഫ്ലോസിൽ നമ്മൾ ഗ്രോസ് എന്ന് പറഞ്ഞിട്ടൊന്നും പഠിക്കുന്നില്ല. പക്ഷെ അഥവാ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാനും കൂടി പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഗ്രോസ് ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട് മാത്രമായിരിക്കും. അതിൽ നിന്ന് നമ്മളുടെ പേയ്മെന്റ്സ് മൈനസ് ആക്കി നമുക്ക് എന്ത് കിട്ടും, നെറ്റ് എമൗണ്ട് കിട്ടും. സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചേക്കാം. നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സാം റിലേറ്റഡ് ആയിട്ട് ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ആദ്യം എന്തെടുക്കും, റെസീപ്റ്റ്സ് എടുക്കും. റെസീപ്റ്റ്സ് എന്ന് വെച്ചാൽ എന്താ, റിസീവബിൾസിൽ എത്രത്തോളം പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയോ അതിനാണെന്ന് പറയുന്നത് റിസീപ്റ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമുക്ക് എത്രയൊക്കെ എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ അതിനാണ് എന്ത് പറയുന്നത്, റിസീപ്റ്റ് എന്ന് പറയാം. റിസീപ്റ്റ്സ് എന്താണ്, ക്യാഷ് ആയിട്ട് നമ്മളെ കയ്യിൽ നമ്മളെ ബിസിനസ്സിന് എത്രത്തോളം എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ അതാണ് എന്ത്, റിസീപ്റ്റ്സ്. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? പേയ്മെന്റ്സ് എന്താണ്, നമ്മൾ എന്തൊക്കെ എമൗണ്ട്സ് പുറത്തേക്ക് പോയിട്ടുണ്ടോ അതാണ് എന്ത്, പേയ്മെന്റ്സ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൻ്റെയും രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും എന്ത്, നമ്മളുടെ നെറ്റ് ക്യാഷ് ഫ്ലോസ്. ഓക്കെ അല്ലേ? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൻ്റെയും രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേടോ? ഇനി ഞാൻ പറയുന്ന ഒരു ഫോമാറ്റ് അവിടെ എഴുതിയെടുക്കണേ. സൈഡ് ഹെഡിങ് എഴുതിക്കോ, ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാ ക്യാഷ് റെസീപ്റ്റ്സും കസ്റ്റമേഴ്സും എടുക്കും.
ഓക്കെ ഡോ എന്തൊക്കെ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടോ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് അതൊക്കെ എടുക്കും. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ക്യാഷ് പേയ്മെന്റ്സ് സപ്ലയേഴ്സിന് കൊടുത്തിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. പിന്നെ എന്തും മൈനസ് ചെയ്യണം, ക്യാഷ് കോമ്പൻസേഷൻ പെയ്ഡ് മൈനസ് ചെയ്യണം. എന്താണ് ഈ കോമ്പൻസേഷൻ? നമ്മൾ വേജ്, സാലറി ഇതൊക്കെ കൊടുക്കൂലേ, അതിനാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണോ നമ്മൾ നമ്മുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന എമൗണ്ട് അതും മൈനസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ട് ആണെന്ത്, ക്യാഷ് ജനറേറ്റഡ് ഇൻ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഈ ഗ്രോസ് എന്നൊക്കെ പറയാല്ലേ. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് ആണ് ആക്ടിവിറ്റീസ് കൊണ്ട് മാത്രം നടക്കുന്നത്. ഇതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ളതും പിന്നെന്താണ് ടാക്സും മൈനസ് ചെയ്തതിനാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ക്ലിയർ അല്ലേ? നിങ്ങൾ കഴിഞ്ഞ ലെസണിൽ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് പഠിച്ചിട്ടില്ലേ? ആ സാധനം എന്ത് വേണം, നമുക്ക് ഇനിയും വേണം കേട്ടാ. പഠിച്ചിട്ടില്ലേ? ഓക്കെ, ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾക്ക് ഒരു SO, ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു SOFPയിലുള്ള കണ്ടന്റ് എക്സ്ട്രാക്ട് തന്നിട്ടുണ്ട്. NCA ഉണ്ട്, ഇൻവെന്ററീസ് ഉണ്ട്, റിസീവബിൾസ് ഉണ്ട്, ക്യാഷ് ഉണ്ട് അല്ലേ. അതിന് പുറമെ നിങ്ങൾക്ക് ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസിന്റെ സൈഡിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, കറണ്ട് ലാബിലിറ്റീസ് ഇതും തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? SOPLന്റെ എക്സ്ട്രാക്ട്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അഡീഷണൽ നോട്ട്സ് ആയിട്ട് കറണ്ട് ലാബിലിറ്റീസിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ട്. ക്ലിയർ? നിങ്ങളോട് എന്താ പറയുന്നത്? വേറെ ഒരു കാര്യങ്ങളുണ്ട്, അതായത് നോട്ട്സ് ആയിട്ട് തന്നിട്ടുണ്ട്. പർച്ചേസ് ഇൻവോയ്സസ് റിലേറ്റിംഗ് ടു ദി എക്വിസിഷൻ ഓഫ് നോൺ കറണ്ട് അസറ്റ്സ് ടോട്ടലിംഗ് 80,000 have been posted to payables ledger during the year. payables ledgerലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 80,000 എന്ന് പറയുന്ന നോൺ കറണ്ട് അസറ്റ് വാങ്ങിയ എമൗണ്ടും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്താണ് റിക്വയർമെന്റ്? എന്താ? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം യൂസിങ് ഡയറക്റ്റ് മെത്തേഡ്. അപ്പൊ ആദ്യം ആ ഫോമാറ്റ് അവിടെ എഴുതി വെച്ചോ. ഫോമാറ്റ് എന്താണ്? എഴുതി വെച്ചോ. ഇപ്പം നമ്മൾ ചെയ്ത അതേ സാധനം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫോമാറ്റ് ഉണ്ടെങ്കിൽ ഫോമാറ്റ് കംസ് ഫസ്റ്റ് ആൻഡ് ദെൻ ദി വർക്കിങ്സ്. ക്ലിയർ? അപ്പോൾ ഫോമാറ്റ് എഴുതി വെച്ചോ. ഈ എക്സാമിന് വേണ്ട, നിങ്ങൾ FRലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാ ചെയ്യാം. ഫോമാറ്റ് പഠിക്കുന്നതാണ് ആദ്യം എഴുതി വെക്കുക. ഓക്കെ, ശ്രദ്ധിച്ചോ? ശ്രദ്ധിക്കേ. ഇവിടെ റിസീവബിൾസിന് വേറെ ഡിസ്ക്ലോഷേഴ്സ് ഉണ്ടോ? അഡീഷണൽ ഇൻഫർമേഷനിൽ റിസീവബിൾസിന് വേറെ ഡിസ്ക്ലോഷേഴ്സ് ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? റിസീവബിൾസ് അക്കൗണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ഉണ്ടാക്കാം. അപ്പം എന്ത് ചെയ്യും? നമ്മൾ റിസീവബിൾസിൻ്റെ T അക്കൗണ്ട് ഉണ്ടാക്കും. റിസീവബിൾസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലേ. റിസീവബിൾസ് ഗ്രൂപ്പ് 2 കാറ്റഗറി ആണ്, അസറ്റ് ആണ്. ഇപ്പം ലെഡ്ജർ അക്കൗണ്ടിൽ കൂടുന്നതൊക്കെ ഇവിടെ വരും, ഡെബിറ്റ് സൈഡ് വരും. കുറയുന്നതൊക്കെ ഇവിടെ വരും, ക്രെഡിറ്റ് സൈഡ് വരും. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ റിസീവബിൾസ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ കിട്ടും. എന്താണ് ഓപ്പണിംഗ് ബാലൻസ്? ഇക്കൊല്ലത്തതാണ് ക്ലോസിംഗ് ബാലൻസ്. കഴിഞ്ഞ കൊല്ലത്ത് എന്താ വരിക? ഇത് ഓപ്പണിംഗ് ബാലൻസും ഇത് ക്ലോസിംഗ് ബാലൻസും അല്ലേ. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ നമ്മളൊരു T അക്കൗണ്ട് ആക്കിയിട്ട്
ആരുടെ വർത്താനം പറയുന്നു? ഓക്കെ, ട്രേഡ് റിസീവബിളിന്റെ ബാലൻസ് ബ്രോട്ട് ഡൗൺ എത്രയാ? നിങ്ങൾ SOFP നോക്കിയിട്ട് പറ, എക്സ്ട്രാക്ട് നോക്കിയിട്ട് പറ എത്രയാന്ന്. 265,840. ക്ലോസിംഗ് ബാലൻസ് എത്രയാ? 346,000. ഉറപ്പന്നല്ലേ? ഓക്കെ, ഇനി നമുക്ക് റിസീവബിൾസ് എപ്പോഴും ടോട്ടൽ സെയിൽസ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് എഴുതലുണ്ട്, അല്ല ഡെബിറ്റ് സൈഡ് എഴുതലുണ്ട് അല്ലേ? അക്കൊല്ലം നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾ എവിടെ എഴുതാ? ഡെബിറ്റ് സൈഡല്ലേ എഴുതാ? അല്ലടാ, ഡെബിറ്റ് റിസീവബിൾസ് ക്രെഡിറ്റ് സെയിൽസ് എന്നല്ലേ? സെയിൽസ് എവിടുന്ന് കിട്ടും? SOPL റവന്യൂ കിട്ടും അല്ലേ? SOPL റവന്യൂ ഇല്ലേ? അപ്പൊ സെയിൽസ് കിട്ടൂലേ? എത്രയാന്ന് സെയിൽസ്? എത്രയാ? ഒറ്റ കുത്തിരും. SOPL എടുക്കടാ. 1589447 അല്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി നിങ്ങളുടെ ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്ത്? ക്യാഷ് റെസീപ്റ്റ്സ്. മനസ്സിലായ? കണ്ടുപിടിക്കേ, വേഗാവട്ടെ. നമ്മളുടെ ബാലൻസിങ് ഫിഗർ ആണ് എന്ത്? ക്യാഷ് പെയ്ഡ് അല്ലേ? നിങ്ങൾ മുൻപേ ചെയ്ത റിസീവബിൾസ് ലെഡ്ജറിൽ ക്രെഡിറ്റ് സൈഡ് എമൗണ്ട് പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത്രയും ക്യാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മുൻപേ അങ്ങനെ ചെയ്തേ. ഈ ഒരു തൊട്ട് ചാപ്റ്റർ മുന്നേ നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് പഠിച്ചിട്ടില്ലേ? മിസ്സിംഗ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്നില്ലേ? സെയിം ഐഡിയോളജി. ക്ലിയർ? അപ്പൊ ക്യാഷ് പെയ്ഡ് ബാലൻസിങ് ഫിഗർ എത്ര കിട്ടുന്നേ? 1509,287. അതെന്ത് ചെയ്യാ? ഇവിടെ എഴുതി കൊടുക്കാം. 1509,287. മനസ്സിലായ? ഡൗട്ട് ഉണ്ടോ? ഈ ചെയ്ത ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശ്രദ്ധിക്കേ, ട്രേഡ് പേയബിൾസ് അക്കൗണ്ട് നിങ്ങൾ എവിടുന്ന ബാലൻസ് എടുക്കുക? കറന്റ് ലയബിലിറ്റീസ് എന്നാണോ അഡീഷണൽ ഇൻഫർമേഷൻ എന്നാണോ? ശ്രദ്ധിക്കടാ, കറന്റ് അസറ്റിന്റെ കേസിൽ നിങ്ങൾക്ക് റിസീവബിൾസ് സെപ്പറേറ്റ്ലി തന്നിട്ടില്ല, പക്ഷെ കറന്റ് ലയബിലിറ്റീസിന്റെ കേസിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിൽ നിന്ന് ട്രേഡ് പേയബിൾസിന്റെ ബാലൻസ് ബ്രോട്ട് ഡൗണും ക്യാരിഡ് ഫോർവേഡ് കൊടുക്ക്. ബാലൻസ് ട്രേഡ് പേയബിൾസ് ഗ്രൂപ്പ് 2 ഇൻ നേച്ചർ. അപ്പോൾ ബ്രോട്ട് ഫോർവേഡ് എവിടെയാ? ക്രെഡിറ്റ് സൈഡ്. ക്യാരിഡ് ഫോർവേഡ് ഓപ്പോസിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡ്. എത്രയാ ബ്രോട്ട് ഫോർവേഡ് ബാലൻസ്? ഇതിലതാണ് അഡീഷണൽ ഇൻഫർമേഷനിൽ എടുക്കണം. 210,564. പിന്നെ ക്യാരിഡ് ഫോർവേഡ് എത്ര? ഉറപ്പല്ലേ? ഇനി ശ്രദ്ധിക്കുക, COS ആണ് ഇനി നിങ്ങൾക്ക് വേണ്ടേ. എത്രത്തോളം നിങ്ങൾ ഇനി അക്കൊല്ലം പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം അല്ലേ? കാരണം എന്താ? അത്രത്തോളം എന്ത് കൂടും? പേയബിൾസ് കൂടും അല്ലേ? പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് പേയബിൾസ് കൂടൂലേ? പേയബിൾസ് കൂടുമ്പോൾ എവിടെയാ പോവാ? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ക്രെഡിറ്റ് സൈഡ് പോവും. അപ്പൊ പേയബിൾസ് എത്രയാ കൂടുന്നത്? ഇവിടെ എന്താ പറയുന്നത്? COSനെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. പർച്ചേസസ് ഇത്ര. അതേപോലെ നിങ്ങൾ താഴെ നോക്ക്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് കണ്ട, അതും നിങ്ങളുടെ പേയബിൾസ് പോലെയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട വരും? പുറത്തേക്ക് കൊടുക്കേണ്ട എമൗണ്ടാ. ക്ലിയർ? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്?
നമ്മളെ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കോസ്റ്റ് ആയിട്ടുണ്ടോ അതും കൂടി എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാ കോസ്റ്റും നമ്മൾ എവിടെ എടുക്കും? പേബിൾസ് അക്കൗണ്ടിൽ എടുക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ പേബിൾസ് അക്കൗണ്ടിൽ ഫസ്റ്റ് പർച്ചേസസ് എത്രയാണ്? പർച്ചേസസ് എത്രയാണ് വരുന്നത്? 11,830 ആരും അറിയോ? പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാ? ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്ത്? ക്യാഷ് പെയ്ഡ്. ഇവിടെ ക്യാഷ് പെയ്ഡ്, ഇപ്പുറത്തെ ക്യാഷ് പെയ്ഡ് അല്ലേ, ക്യാഷ് റെസീപ്റ്റ്സാ. ആരുടെ വർത്താനം പറയുന്നത്? എത്ര എമൗണ്ട് വരുന്ന ക്യാഷ് പെയ്ഡ്? നമ്മൾ എന്തുകൊണ്ട് ഇവിടെ നോൺ കറണ്ട് അസറ്റ് വാങ്ങിയത് അഡ്ജസ്റ്റ് ചെയ്യാത്ത? കാരണം എന്താ പറയുന്നത്? ഓൾറെഡി അഡ്ജസ്റ്റഡ് ബാലൻസാ തന്നിട്ടുള്ളേ. അപ്പൊ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം? വേണ്ട, ആവശ്യമില്ല. അഡ്ജസ്റ്റഡ് ബാലൻസ് അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ വീണ്ടും ക്രെഡിറ്റ്സ് ആയിട്ട് അത് കാണിക്കൊണ്ടൊക്കെ വരും. പക്ഷെ ഇവിടെ അഡ്ജസ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണ്ട? അത് അഡ്ജസ്റ്റ് ചെയ്യണ്ട. പറ, അപ്പൊ എത്ര എമൗണ്ട്? എത്രയാണ്? ഇതെവിടെ എഴുതാ? 1154,231. ക്ലിയർ അല്ലേ? അടുത്ത അക്കൗണ്ട് എന്താ? കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിനി അടുത്ത അക്കൗണ്ട് എന്താണ്? വേജസ് ആൻഡ് സാലറീസ് അക്കൗണ്ട്. ക്ലിയർ അല്ലേ? Accruals brought forward എത്രയാ? Accruals ഏത് സൈഡ് ഏതാ? ക്രെഡിറ്റ് സൈഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇക്കൊല്ലം അത് കൊടുക്കുന്നുള്ള എക്സംഷനിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് സൈഡ് കൊണ്ടുവന്നു. എത്രയാണ്? 8640 ഉള്ളൂ. Accruals brought forward ഓ, സോറി carried forward ഓ? 14,650. കോസ്റ്റ് ഓഫ് സെയിൽസിൽ എത്ര ഒക്കെ ഉണ്ട്? എടാ ശ്രദ്ധിച്ചോട്ടെ. ഓക്കെ, ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണേ. ഒറ്റ സെക്കൻഡേ. എടാ നിങ്ങൾ അങ്ങനെ എടാ ശ്രദ്ധിക്കടാ. നിങ്ങൾ എന്നോട് പറ, പണ്ട് നമ്മൾ എക്സ്പെൻസ് അക്കൗണ്ട് ആക്കുന്ന സമയത്ത് ഓക്കെ എക്രൂവൽസ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എഴുതും അല്ലേ? എക്രൂവൽസ് ക്യാരിഡ് ഫോർവേഡ് ഉണ്ടെങ്കിൽ ഇവിടെ എഴുതും അല്ലേ? ഇതിങ്ങനെയല്ലേ?
അക്കൊല്ലം എറൈസ് ചെയ്യുന്ന അക്കൊല്ലം പേ ചെയ്യുന്ന എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ഡെബിറ്റ് സൈഡ് ചെയ്തു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. നമ്മൾ ബാലൻസ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ടു SOPL എന്ന് പറഞ്ഞിട്ട് എഴുതുക അല്ലേ. ഇവിടെ എന്താ പ്രശ്നം, അക്കൊല്ലം പേ ചെയ്തതൊന്നും തന്നിട്ടില്ല, പകരം എന്ത് തന്നിട്ടുണ്ട്, SOPL ബാലൻസ് തന്നിട്ടുണ്ട്. മനസ്സിലായ? അപ്പൊ നമ്മളെ ബാലൻസിങ് ഫിഗർ എന്തായിരിക്കും, ക്യാഷ് പെയ്ഡ് ആയിരിക്കും. ഇത് മനസ്സിലാകാത്ത ആളുണ്ടോ? ഞാനിപ്പോ പറഞ്ഞത് കത്താത്ത ആളുണ്ടെങ്കിൽ കൈവന്നിച്ചേ. നമ്മൾ പൊതുവേ എക്സ്പെൻസ് അക്കൗണ്ട് ഇങ്ങനെയല്ലേ പ്രിപ്പയർ ചെയ്യുക. അത് റെൻ്റായാലും ഇലക്ട്രിസിറ്റി ബില്ലായാലും എന്തായാലും നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യും അല്ലേ. എക്രൂവൽസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ക്രെഡിറ്റ് സൈഡ് ബ്രോഡ് ഫോർവേഡ് ചെയ്യും. പ്രീ പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡ് ബ്രോഡ് ഫോർവേഡ് ചെയ്യും. അതിന്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യും, എക്രൂവൽസ് ക്യാരിഡ് ഫോർവേഡും പ്രീ പേയ്മെന്റ്സ് ക്യാരിഡ് ഫോർവേഡും ഉണ്ടാവും. അതിന് പുറമെ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്യും, അക്കൊല്ലം നമുക്ക് എറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൊല്ലം നമ്മൾ പേ ചെയ്യുന്ന എല്ലാ എക്സ്പെൻസസും എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡ് എഴുതും അല്ലേ. എന്നിട്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് എന്താ ചെയ്യുക, ട്രാൻസ്ഫർ ടു P&L എന്നല്ലേ എഴുതാം. ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്തത് മുമ്പൊക്കെ, സെയിം സാധനം തന്നെ. പക്ഷെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ട്രാൻസ്ഫർ ടു P&L ഉണ്ട്, പക്ഷെ ക്യാഷ് പെയ്ഡ് ഇല്ല, അത്രേ ഉള്ളൂ. അക്കൊല്ലം എത്ര അടക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ട്രാൻസ്ഫർ ടു SOPL എന്താ തന്നിട്ടുണ്ട്. മനസ്സിലായാ? മുമ്പത്തെ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടില്ലെങ്കിൽ ശേഷമുള്ള ചാപ്റ്റേഴ്സ് കിട്ടൂല കേട്ടാ. ഇതിപ്പോ മനസ്സിലായിനാ? മനസ്സിലാത്ത ആളുണ്ടാ കൈവന്നിക്ക്? ഇപ്പോഴും മനസ്സിലാവാത്ത ആളുണ്ടെങ്കിൽ കൈവന്നിക്ക്. ഒന്നും കൂടി പറഞ്ഞുതരും. മനസ്സിലായിനാ? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാലോ, ട്രാൻസ്ഫർ ടു SOPL നമ്മൾ എത്ര എടുക്കാം. SOPL രണ്ട് തരത്തിൽ തന്നിട്ടുണ്ട്. COS വേജസ് തന്നിട്ടുണ്ട്. എത്രയാണ്? COS വേജസ് മാത്രം എത്ര തന്നിട്ട്, വേജസും സാലറിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? വേജസ് എന്ന് പറയുന്നത് ദിവസക്കൂലിയാ. ഓക്കെ, അത് ഓപ്പറേറ്റിംഗിൽ പെടും. അതാണ് COS തന്നിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊഡക്റ്റുമായിട്ട് പെടും. അതുകൊണ്ടാണ് COS തന്നിട്ടുള്ളത്. COS എപ്പോഴും ഡയറക്ട്ലി ചാർജബിൾ ഐറ്റംസ് ഉണ്ടാവാം. അതുകൊണ്ടാണ് വേജസ് COS തന്നിട്ടുള്ളത്. സാലറീസ് മാത്രമാണെങ്കിൽ ഇവിടെ ഉണ്ടാവാം താഴെ ഓപ്പറേറ്റിംഗ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിലുണ്ടാവാം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് മൊത്തം ഗ്രോസ് പ്രോഫിറ്റിന്റെ മുന്നേയും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാം ഗ്രോസ് പ്രോഫിറ്റിന് ശേഷം. എന്താണ് ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ്? ഡയറക്റ്റ് എന്ന് വെച്ചാൽ എന്താ, പ്രൊഡക്റ്റുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണെങ്കിൽ അതിനെ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയാം. പ്രൊഡക്റ്റുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് അല്ലെങ്കിൽ അത് എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ക്ലിയർ അല്ലേ? MA പഠിച്ചാക്കൊക്കെ കത്തും. MA പഠിക്കാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ വേജസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 145900 കണ്ടേ, 145900. പിന്നെ എത്രയാ സാലറീസ്? എത്രയാ ഓപ്പറേറ്റിംഗ് കോസ്റ്റില്? 100,000. ബാലൻസിങ് ഫിഗർ ആണെന്ത്, ക്യാഷ് പെയ്ഡ്. കണ്ടുപിടിച്ചോ എത്രയാണ്? എത്രയാടാ? 239. എത്ര? 239,890. അതെവിടെ പോവും? എത്രയാ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് വരുന്നത്? സോറി, ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എത്രയാ? വേഗം കണ്ടുപിടിക്കേ. എത്ര വരുന്നേ? വേഗം പറയടാ. എമൗണ്ട് എത്രയാ? എത്ര? 115. ഇൻട്രസ്റ്റ് പെയ്ഡ് തന്നിട്ടുണ്ടാ? 0. ടാക്സ് പെയ്ഡ് തന്നിട്ടുണ്ടാ? 0. അപ്പൊ എന്താണ്? ഓക്കെ അല്ലേ?
ഇനി നിങ്ങൾ ടെസ്റ്റ് യു അണ്ടർസ്റ്റാൻഡിങ് 1 സ്വന്തം ഒന്നും കൂടി റിവൈസ് ചെയ്യുന്നേ. ഡയറക്റ്റ് മെത്തേഡിൽ നിങ്ങൾ എന്താ ചെയ്തേ? റിസീവബിൾസ് ലെഡ്ജർ കൺട്രോൾസ് ഉപയോഗിച്ച്, പേയബിൾസ് ലെഡ്ജർ കൺട്രോൾ ഉപയോഗിച്ച്, കോമ്പൻസേഷൻസിന്റെ ലെഡ്ജർ കൺട്രോൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ക്യാഷ് റെസീപ്റ്റ്സും പേയ്മെന്റ്സും ഒക്കെ കണ്ടുപിടിച്ചു. അതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് അല്ലേ? ഇനി ഇവിടെ വ്യത്യാസം എന്താ? നിങ്ങൾ ഇതൊന്നല്ല യൂസ് ചെയ്യുക, അതായത് ക്യാഷ് റെസീപ്റ്റ്സും പേയ്മെന്റ്സും ഒന്നല്ല യൂസ് ചെയ്യുക, വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുക. ഇതിനാണ് എന്ത് പറയുന്നത്? ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കാറ്റഗറി സെയിം ആണ്. നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഫിനാൻസിങ് ആക്ടിവിറ്റീസും ഉണ്ടാവും. ഓക്കെ അല്ലേ? Operating activities are related with purchase, sale and trade of the business. Investing activities are related with buying or selling of non-current assets. പിന്നെ financing activities, share issue, debt repayment, interest paid, dividends paid, ഇതിനൊക്കെ റിലേറ്റഡ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഇൻഡയറക്റ്റ് മെത്തേഡ് തുടങ്ങാൻ പോവാണ്. ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ തുടങ്ങുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് തന്നെയാണ്. പക്ഷെ ഡിഫറൻസ് എന്താണ്? ഇവിടെ നമ്മൾ റിസീവബിൾസ് ലെഡ്ജറും പേയബിൾസ് ലെഡ്ജറും ഒന്നും ഉണ്ടാവില്ല. എന്താക്കൂല? ഉണ്ടാക്കൂല. അടി. എന്താണ് പകരം ചെയ്യുക? നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് PBT ആണ്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ക്ലിയർ അല്ലേ? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എവിടുന്ന് കിട്ടും? SOPL നിന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു കേട്ടോ. PBTയിൽ നോൺ ക്യാഷ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഉണ്ടാവും. എന്താണ് PBTയിൽ എന്തുണ്ടാവും? നോൺ ക്യാഷും നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസും ഉണ്ടാവും. എന്താണ് ഈ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ഫ്ലോസിൽ നമ്മൾ നോക്കുക ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ മാത്രമാണ്. അതായത് ക്യാഷ് അല്ലാത്ത ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യില്ല? നമ്മൾ CFSൽ എടുക്കത്തില്ല. ക്യാഷ് അല്ലാത്ത ട്രാൻസാക്ഷൻസിന് എന്താ പറയുക? നോൺ ക്യാഷ് എന്നാ പറയാം. അണ്ടർസ്റ്റുഡ്? ഡിപ്രീസിയേഷൻ ക്യാഷ് പോകുന്ന ഐറ്റമാണോ? എമോർട്ടൈസേഷൻ ക്യാഷ് പോകുന്ന ഐറ്റമാണോ? അല്ല. ഇതൊന്നും എന്ത് ചെയ്യരുത്? നമ്മളുടെ PBTയിൽ ഉണ്ടാവരുത്. അപ്പം നമ്മളത് റിവേഴ്സ് അടിക്കും. അതേപോലെ ഫിനാൻസിങ്ങിലും ഇൻവെസ്റ്റിങ്ങിലും വരുന്ന ഐറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? PBTയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് ഓപ്പറേറ്റിംഗ് ആണോ? അല്ല, ഇൻവെസ്റ്റിങ്ങും ഫിനാൻസിങ്ങും ആണ് അല്ലേ? അപ്പം അതിന് അതുപോലത്തെ ഐറ്റംസിന് നമ്മൾ എന്താ പറയുക? നോൺ ഓപ്പറേറ്റിംഗ് എന്നാ പറയാം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? അപ്പം നോൺ കറണ്ട് അസറ്റ് റിലേറ്റഡ്, ഫിനാൻസ് റിലേറ്റഡ് ഐറ്റംസ് ഒക്കെ എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസാണ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? അപ്പം നമ്മളുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡ്യൂട്ടി എന്താ? അതൊക്കെ റിമൂവ് ചെയ്യലാണ്, അല്ലെങ്കിൽ റിവേഴ്സ് അടിക്കലാണ്. റിമൂവ് എന്ന് പറയണ്ട, റിവേഴ്സ് എന്ന് പറയാം. അതിൽ ഡൗട്ട് ഉണ്ടോ? അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോ. എക്സ്പെൻസസ് PBTയിൽ എന്ത് ചെയ്തിട്ടാ വരിക? മൈനസ് ചെയ്തിട്ടല്ലേ വരിക? അതിൽ ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക്? എക്സ്പെൻസസ് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എന്താ ചെയ്യുക? മൈനസ് ചെയ്തിട്ടായിരിക്കും വരിക അല്ലേ? റവന്യൂന്ന് മൈനസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ പ്രോഫിറ്റ് എടുക്കുക അല്ലേ? അത് റിവേഴ്സ് അടിക്കാൻ എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. ഇൻകം ആഡ് ചെയ്തിട്ടല്ലേ ഉണ്ടാവുക? ഇൻകം റിവേഴ്സ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അണ്ടർസ്റ്റുഡ്? അപ്പം ഇതാണ് പറയുന്നത്, എക്സ്പെൻസ് പ്ലസും ഇൻകം എന്താണ്? മൈനസും ചെയ്യാം. അപ്പം എക്സ്പെൻസ് എന്തൊക്കെയാണ് ആഡ് ബാക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാലോ. ഇൻവെസ്റ്റിംഗ് ഇൻകം ഇൻവെസ്റ്റിംഗ് ഇൻകം PBTയിൽ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഇനി ഫിനാൻസ് കോസ്റ്റ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വേണ്ട ഒരു ഐറ്റമാണ്. PBTയിൽ മൈനസ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ എന്ത് ചെയ്യും? ആഡ് ബാക്ക് ചെയ്യും. അണ്ടർസ്റ്റുഡ്? ഡിപ്രീസിയേഷൻ ഓർ എമോർട്ടൈസേഷൻ എന്ത് ഐറ്റമാണ്? നോൺ ക്യാഷ് ഐറ്റമാണ് അല്ലേ? ആഡ് ബാക്ക് ചെയ്യും. അണ്ടർസ്റ്റുഡ്? ഞാൻ പറയുന്ന ലോജിക്ക് മനസ്സിലാകുന്നുണ്ടോ? നോൺ ക്യാഷ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? റിവേഴ്സ് ചെയ്യാനാണ്. മൈനസ് ആക്കിയിട്ടുള്ളത് പ്ലസ് ആക്കിയിട്ട് റിവേഴ്സ് ചെയ്യും. അവിടെ ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ ഇപ്പം പറയണേ.
പിന്നെ നിങ്ങൾ FAയിൽ ഇതുവരെ പഠിക്കാത്ത ഒരു ഐറ്റമാണ് ഫെയർ വാല്യൂ ഗെയിൻ ഓർ ലോസ്. അത് മാത്രമേ ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നുള്ളൂ. അപ്പോൾ ഫെയർ വാല്യൂ ഗെയിൻ ഓർ ലോസ് ഉണ്ടെങ്കിൽ അത് ഓപ്പറേറ്റിങ്ങിലുള്ള ഐറ്റം അല്ല, നോൺ ഓപ്പറേറ്റിംഗ് ഇൻ നേച്ചറാണ്, അല്ലെങ്കിൽ റിയലൈസ് ചെയ്യുന്ന ഐറ്റം അല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഗെയിൻ ആണെങ്കിൽ അത് മൈനസ് ചെയ്ത് റിമൂവ് ചെയ്യും, ലോസ് ആണെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്ത് റിമൂവ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? എക്സ്പെൻസ് ഇൻകം എന്നുള്ള അതേ ലോജിക്ക് വെച്ചിട്ടാണ് ചെയ്യാം. ബാക്കിയാണ് നിങ്ങൾ പഠിച്ചതാണ്. പ്രൊവിഷൻ എന്തല്ല? നോൺ ക്യാഷ് ഐറ്റം, ക്യാഷ് പോകുന്ന ഐറ്റം അല്ല അല്ലേ? അപ്പോൾ പ്രൊവിഷൻ കൂടിയപ്പം എക്സ്പെൻസ് ആയിട്ട് മൈനസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇറിക്കവറബിൾ ഡെപ്റ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ SOPയിൽ നിന്ന് മൈനസ് ആക്കും. പക്ഷെ അത് ക്യാഷ് ഐറ്റം ആണോ? അല്ല, നോൺ ക്യാഷ് ഐറ്റം. അപ്പം അതും എന്ത് ചെയ്യും? നമ്മൾ റിവേഴ്സ് അടിക്കും. ഇൻക്രീസ് പ്ലസ് ചെയ്യും, ആഡ് ബാക്ക് ചെയ്ത് റിവേഴ്സ് അടിക്കും, ഡിക്രീസ് മൈനസ് ചെയ്ത് റിവേഴ്സ് അടിക്കും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? അടുത്തത് ഗെയിൻ ഓൺ സെയിൽ ഓഫ് എസെറ്റ്. ഓപ്പറേറ്റിംഗ് ആണോ? അല്ല, നോൺ ഓപ്പറേറ്റിംഗ് ആണ്. കാരണം എന്താ പറഞ്ഞത്? NCA റിലേറ്റഡ് എല്ലാം എവിടെയാണ് എടുക്കുക? ഇൻവെസ്റ്റിങ്ങിലാണ് എടുക്കുക. സുഫിയാൻ ഓക്കെ, കോഫി കുടിച്ചിട്ട് വരണം കേട്ടോ. ഇനി അടുത്ത ലോസ് ആൻഡ് സെയിൽ ഓഫ് എസെറ്റ്. സെയിം കാറ്റഗറിയാണ്, ഇൻവെസ്റ്റിങ്ങിൽ പെടുന്നതാണ്, ഓപ്പറേറ്റിങ്ങിലല്ല. അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്ങിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്ന ഐറ്റമാണ്. അപ്പം എന്ത് ചെയ്യരുത്? ഇവിടെ കൊണ്ടുവരരുത്. നമ്മൾ എന്ത് ചെയ്യും? അതും റിമൂവ് ചെയ്യാൻ വേണ്ടി ആഡ് ബാക്ക് ചെയ്യും. എക്സ്പെൻസസ് ഒക്കെ ആഡ് ബാക്ക് ചെയ്യും, ഇൻകം ഒക്കെ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അതാണ് റൂള്. പിന്നെന്താണ്? ഇംപെയർമെൻ്റ് എന്ന് പറയുന്നത് ഫോൾ ഇൻ വാല്യൂ ഓഫ് ദി അസെറ്റ് ആണ്. അതും നോൺ ക്യാഷ് ആണ്, ക്യാഷ് ആയിട്ട് നമുക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതും എന്ത് ചെയ്യുക? ആഡ് ബാക്ക് ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന ക്യാഷ് ഫ്ലോൻ്റെ പേരാണ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. എന്താ പറയുക? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാവും, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിനെ കൊണ്ട് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളുടെ ബിസിനസ് ഡേ ടു ഡേ മാനേജ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ എത്രത്തോളം ലിക്വിഡ് അസറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എത്രത്തോളം ക്യാപിറ്റൽ ഉണ്ട്, അതിനാണ് എന്ത് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വർക്കിംഗ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ക്യാപിറ്റൽ, എംപ്ലോയിഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ. ക്ലിയർ? ദിവസവും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാപിറ്റൽ, അതാണെന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇക്വേഷൻ ഇതാണ്. നമ്മളുടെ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി ഒക്കെ കൊടുത്ത് തീർത്തിട്ട് എത്രയാണ് റിമൈനിങ് ബാലൻസ്, അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് CA മൈനസ് CL. ഇത് നെക്സ്റ്റ് ചാപ്റ്ററിൽ വേണം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? CAയും CLഉം. ഇത്രയും ഡൗട്ടില്ലല്ലോ? ഓക്കെ അല്ലേ? അടുത്ത ലോജിക്ക് ശ്രദ്ധിച്ച് കേട്ടെ, കിളി പോവേ. എടാ അടുത്ത ലോജിക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ആണ് പറഞ്ഞത് അല്ലേ? അതുവരെ കണ്ടുപിടിക്കുന്ന എമൗണ്ട്. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് എന്ത്? നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ്. ക്ലിയർ? അതെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂള് രണ്ടെണ്ണമാണ്. എന്താണ് റൂൾ എന്ന് നോക്കാലോ? ആഡ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. എന്താണ്? ആഡ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. അതിൻ്റെ നേരെ ഉൾട്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതായത് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ നെക്സ്റ്റ് റൂള് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് ഞാൻ ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് രണ്ട് ചോയ്സസ് ഉണ്ട്. ഒന്നിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ ബൈ ഹാർട്ടായിട്ട് ഫോമാറ്റായിട്ട് പഠിക്കാം. രണ്ടാമത്തെ ചോയ്സ് ലോജിക്കലി പഠിക്കാം. ലോജിക്കലി എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. കറണ്ട് അസറ്റിന് ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ ഇൻവെൻട്രീസ് ആണ്. കറണ്ട് അസറ്റിന് എടുക്കുന്ന എക്സാമ്പിൾ എന്താണ്? ഇൻവെൻട്രീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസിന് ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ ഇവിടെ ട്രേഡ് പേയബിൾസ് ആണ്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും ക്യാഷ് ഫ്ലോസിൻ്റെ കേസിൽ കഴിഞ്ഞ കൊല്ലത്തെ കണക്കും ഇക്കൊല്ലത്തെ കണക്കും തരും. ക്യാഷ് ഫ്ലോ ക്വസ്റ്റ്യൻസിൽ എന്തുണ്ടാവും? കഴിഞ്ഞ കൊല്ലത്തെ കണക്കും ഇക്കൊല്ലത്തെ കണക്കും എന്തായാലും തരും.
അപ്പോൾ സപ്പോസ് നിങ്ങളെ ഇൻവെൻട്രി കഴിഞ്ഞ കൊല്ലത്തേനും കാട്ടി ഇക്കൊല്ലം കൂടിയെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ വീണ്ടും ക്യാഷ് കൊടുത്ത് എന്ത് ചെയ്തു? ഇൻവെൻട്രി വാങ്ങിയിട്ടുണ്ട് അല്ലേ? ഡിക്രീസ് ആണെങ്കിൽ നേരെ ഉൾട്ടാ, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻവെൻട്രീസ് വിറ്റിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇൻവെൻട്രി വിറ്റിട്ട് പൈസ വാങ്ങുമ്പോൾ ക്യാഷ് ഉള്ളിലേക്ക് വരൂലേ? ആഡ് ചെയ്യുക. കാരണം ഞാൻ എന്താ പറഞ്ഞ, ക്യാഷ് ഇൻഫ്ലോസ് എന്താ ചെയ്യുക? എപ്പോഴും ആഡാണ് ചെയ്യുക. ക്യാഷ് പുറത്തേക്ക് പോകാൻ എന്താ ചെയ്യുക? മൈനസ് ആണ് ചെയ്യുക. ലോജിക്ക്, ബേസിക് ലോജിക്ക്. ക്യാഷ് ഉള്ളിലേക്ക് വരുമ്പോൾ ആഡ് ചെയ്യും, പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും അല്ലേ? അപ്പം ഇൻവെൻട്രി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എസംഷൻ എന്താ? ഇൻവെൻട്രി വിറ്റിട്ടുണ്ട്. വിൽക്കുമ്പോൾ എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇൻവെൻട്രി കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ എമൗണ്ട് കൊടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിയിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത സെക്ഷനാണ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. നമ്മൾ ആഡ് ചെയ്യും. ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റീൻ്റെ എക്സാമ്പിൾ ട്രേഡ് പേയബിൾസ് ആയിട്ട് ആലോചിക്കുക. ട്രേഡ് പേയബിൾസ് ആണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നില്ല എന്നല്ലേ? അപ്പം നമ്മളെ കയ്യിൽ ക്യാഷ് കൂടിയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കിടപ്പുണ്ട്. അണ്ടർസ്റ്റുഡ്? അപ്പം അത് ആഡ് ചെയ്യും. ഇനി ഡിക്രീസ് ഇൻ ട്രേഡ് പേയബിൾസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സപ്ലയറിന് പേ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ കയ്യിൽ നിന്ന് എന്ത് പോകും? ക്യാഷ് പോകും. അപ്പം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പം ലോജിക്കലി പറയുവാണെങ്കിൽ കറണ്ട് അസറ്റ് കൂടുമ്പോൾ ആഡ് ചെയ്യും, അതേപോലെ കറണ്ട് അസറ്റ് കുറയുമ്പോൾ ആഡ് ചെയ്യും. ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി നമ്മൾ ആഡ് ചെയ്യും. ഇനി എന്താണ്? കറണ്ട് അസറ്റ് കൂടുന്നെങ്കിൽ മൈനസ് ചെയ്യും. എന്തുകൊണ്ടാ? ഇൻവെൻട്രി കൂടുന്നതിന് പൈസ കൊടുക്കും അല്ലേ? അപ്പോൾ ക്യാഷ് പോകും, മൈനസ് ചെയ്യാം. ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റിയും മൈനസ് ചെയ്യും. എന്തുകൊണ്ടാ? ട്രേഡ് പേയബിൾസ് കുറയുന്നതിന് അതിൻ്റെ മീനിങ് എന്താ? നമ്മൾ ക്യാഷ് കൊടുത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്? വീട്ടുന്നുണ്ട്. ക്യാഷ് പോകും, മൈനസ് ചെയ്യാം. ഈ ലോജിക്ക് മനസ്സിലാവാത്ത ആളുണ്ടെങ്കിൽ കൈവന്നിച്ചേ. ഒരുപാട് പഠിക്കാനുണ്ട്. ക്യാഷ് ഫ്ലോസ് ആണ്, ഒരുപാട് പഠിക്കാനുണ്ട്. മനസ്സിലാവാത്ത ആളുണ്ടോ? ഇതുവരെ പഠിച്ച ചാപ്റ്റേഴ്സ് പോലെയല്ല, ഒരുപാട് പണിവിട്ട് ചിന്തിക്കണം കേട്ടാ. സുഫിയാൻ ഉറങ്ങല്ലേ? അപ്പം ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ആണെന്ത്? ക്യാഷ് ഫ്ലോ ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ്. അതിലേക്ക് ഇൻട്രസ്റ്റ് പെയ്ഡ് മൈനസ് ചെയ്യുക, ടാക്സ് പെയ്ഡ് മൈനസ് ചെയ്യുക, ടാക്സ് റീഫണ്ട് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണെന്ത്? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ക്ലിയർ അല്ലേ? നോക്കാം. Test your understanding too. നിങ്ങൾക്ക് SOFP തന്നിട്ടുണ്ട്, SOPL തന്നിട്ടുണ്ട്. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്? കാൽക്കുലേറ്റ് ക്യാഷ് ഫ്ലോ ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് യൂസിങ് ഇൻഡയറക്റ്റ് മെത്തേഡ് അല്ലേ? ഓപ്പറേഷൻസ് ജനറേറ്റ് ചെയ്ത ക്യാഷ് ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് പെയ്ഡിനും ടാക്സ് പെയ്ഡിനും മുമ്പേ വരെയുള്ള കാൽക്കുലേഷൻസ് നോക്കാലോ. ശ്രദ്ധിക്കേ. ശ്രദ്ധിക്കടാ. നമുക്ക് എന്താ വേണ്ടേ? PBT ആ വേണ്ടത്. തന്നിട്ടുള്ളത് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഞാൻ മാർക്ക് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നോക്കണേ. നെറ്റ് പ്രോഫിറ്റ് തന്നയില് ടാക്സ്, ഫിനാൻസ് ചാർജ് ഇത് രണ്ടും ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? PBIT കിട്ടും. PBIT കിട്ടും. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ക്ലിയർ? അപ്പം PBT നേരത്തെ പറഞ്ഞത്
ഇൻട്രസ്റ്റ് എന്തായാലും ആഡ് ബാക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ PBIT എന്നാണ് ഞാൻ തുടങ്ങുന്നത്. എന്താണ്? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. നമുക്ക് തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിലേക്ക് റിസർവ് വന്നിട്ടില്ല ഇന്നല്ലേ. നമുക്ക് തന്നിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിലേക്ക് ടാക്സും ഇൻട്രസ്റ്റും ആഡ് ബാക്ക് ചെയ്തതിന് എന്ത് കിട്ടും? PBIT കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ പറ. എന്തൊക്കെയാണ്? 92 പ്ലസ് 71 പ്ലസ് 22 എത്ര എമൗണ്ട്? എത്രയാണ്? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇൻ 000 എല്ലാം 000 ആണല്ലേ. ഓക്കെ, ഇനി നോക്കാം. നമുക്ക് ഇനി എന്ത് വേണമായിരുന്നു? ഡിപ്രീസിയേഷൻ വേണം. എന്താണ് പറഞ്ഞത്? ഡിപ്രീസിയേഷന്റെ കേസിൽ എന്താ പറഞ്ഞേ? ആഡ് ബാക്ക് ചെയ്യും അല്ലേ? ഡിപ്രീസിയേഷന്റെ കേസ് എന്താ പറഞ്ഞത്? ആഡ് ബാക്ക് ചെയ്യും. അതേപോലെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ഡിസ്പോസലിന് ഉണ്ടായ ലോസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ? അതും എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. ക്ലിയർ? അങ്ങനെ പല ഐറ്റംസും എന്ത് ചെയ്യും? നമുക്കിവിടെ കിട്ടും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആഡ് ബാക്ക് ചെയ്യാൻ പോവാണ്. അതേപോലെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻസ് റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റമാണ്. ഇതൊക്കെ എവിടെ പോകണം? ഇൻവെസ്റ്റിംഗിൽ പോകേണ്ട ഐറ്റംസാണ്, നമ്മൾ പഠിക്കും. അപ്പം അതൊക്കെ എന്ത് ചെയ്യാണ്? ഞാൻ ആഡ് ബാക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണ്? നമുക്ക് എത്രയാണ് ഡിപ്രീസിയേഷൻ ഫോർ ദ ഇയർ എന്ന് തന്നിട്ടില്ല. മനസ്സിലായോ? പകരം എന്താ തന്നിട്ടുണ്ട്? ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എല്ലാ CFS ക്വസ്റ്റ്യനും ഇതേപോലത്തെ പാറ്റേണിലാണ് ഉണ്ടാവുക. എന്താണ് തന്നിട്ടുള്ളത്? An item of plant was disposed of. The plant originally cost 80,000. The accumulated depreciation to the date of the disposal was 15,000. അല്ലേ? പ്ലാന്റിന്റെ ഒറിജിനൽ കോസ്റ്റ് 15,000 ആയിരുന്നു. സോറി, പ്ലാനിന്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് 15,000 ആയിരുന്നു. വിറ്റ് ഒറിജിനലി വാങ്ങിയത് എത്രക്കായിരുന്നു? 80,000-നായിരുന്നു. ലോസ് ആയിട്ട് എത്ര കിടപ്പുണ്ട്? 5,000 കിടപ്പുണ്ട് അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? അപ്പം ഞാനൊരു അക്കൗണ്ട് ആക്കാൻ പോവാണേ. ഡിസ്പോസലിന്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓർമ്മ ഉണ്ടോ? ഇല്ലല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചേക്കാ. ബുക്സ് അതായത് SOFPയില് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ബ്രോഡ് ഫോർവേഡും ഉണ്ട്, ക്യാരിഡ് ഫോർവേഡും ഉണ്ട്. ഡൗട്ട് ഉണ്ടോ? ബ്രോഡ് ഫോർവേഡും ഉണ്ട്, എന്തുകൊണ്ട്? ക്യാരിഡ് ഫോർവേഡും ഉണ്ട്. പറഞ്ഞേ, ബ്രോഡ് ഫോർവേഡ് എവിടെ എഴുതാ? ക്രെഡിറ്റ് സൈഡാ, ഗ്രൂപ്പ് 2 കാറ്റഗറിയാ. എത്ര എമൗണ്ട്? ക്യാരിഡ് ഫോർവേഡ് എത്രയാ? പറയടാ. എത്ര? ഒച്ചാക്കല്ലടാ. പോയേ നിങ്ങൾ 1 മിനിറ്റ് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോവേ. പറഞ്ഞാ കേക്കടോ. ഡിസ്പോസലിന്റെ സമയത്ത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എവിടെ എഴുതുക? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കുറയുമ്പോൾ ഡെബിറ്റും കൂടുമ്പോൾ ക്രെഡിറ്റും ആണ്. കാരണം എന്താ? ഗ്രൂപ്പ് 2 കാറ്റഗറിയാ, പ്രൊവിഷനാ അല്ലേ? അപ്പം ഡിസ്പോസലിന്റെ സമയം അത് മൊത്തമായിട്ട് ഒഴിവാക്കണം. ആ ഒരു എസറ്റിനുണ്ടായ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യും? എടുത്തു കളയും. അപ്പം എന്താണ് ചെയ്യുക? ഡെബിറ്റ് സൈഡ് എന്താണ്? ഡിസ്പോസൽസ്. എത്ര എമൗണ്ട് വരുന്നത്? 15,000. ഒരു ബാലൻസിങ് ഫിഗർ ഉണ്ടാവുമല്ലോ,
ആ ബാലൻസിങ് ഫിഗർ ആണ് നിങ്ങളുടെ ഡിപ്രീസിയേഷൻ ഫോർ ദ ഇയർ. മാം 120 അല്ലേ? ഓക്കെ 120 എത്രയാണ് ബാലൻസിങ് ഫിഗർ എത്രയാ? എത്രയാ? 15070. ഇവിടെ ഇത് 3 zeros എടുക്കണ്ട. ആ പറ, ഇനി പറ. 3 zeros വേണ്ടല്ലോ. എത്രയാ? 85. ഓക്കെ അല്ലടോ? ഇനി എന്ത് ചെയ്യും? നമ്മൾ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യും. എത്രയാണ്? 85. ക്ലിയർ? ഇനി എന്താ? ഫിനാൻസ് ചാർജ് ഇല്ലേ? ഫിനാൻസ് ചാർജ് ഓൾറെഡി ആഡ് ബാക്ക് ആയിരുന്നു. ഇൻട്രസ്റ്റ് ഇൻകമും ഡിവിഡൻസ് ഇൻകമും ഇല്ലേ? അത് രണ്ടും എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. എന്തുകൊണ്ടാ? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയതുകൊണ്ട്. ക്ലിയർ? അപ്പം ഇൻട്രസ്റ്റ് റിസീവ്ഡ് എത്രയാ? എമൗണ്ട് എത്രയുടെ വരുന്നത്? 50. എത്രയാ? 50. 15. പിന്നെ 57. പിന്നെ എന്തുകൊണ്ട്? ലോസ് ഓൺ ഡിസ്പോസൽ. ലോസ് ഓൺ ഡിസ്പോസൽ എവിടെ അഡ്ജസ്റ്റഡ് ആണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ലോസ് ഓൺ ഡിസ്പോസൽ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യാൻ വേണ്ടി മൈനസ് ചെയ്ത ഐറ്റം എന്ത് ചെയ്യും? നമ്മൾ പ്ലസ് ചെയ്യും അല്ലേ? SOP എൽ അത് മൈനസ് ചെയ്തിട്ടുണ്ടാവും ലോസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആഡ് ബാക്ക് ചെയ്ത് എന്തായി? അത് റിവേഴ്സ് ചെയ്യും. എത്രയാ ലോസ് വരുന്നത്? 5000. 5 എന്ന് എടുക്കുക. 3 zeros ഇഗ്നോട്ടാ. ക്ലിയർ? ഇവിടെ ഡൗട്ട് ഉള്ള ആളുണ്ടെങ്കിൽ ചോദിക്കേ. എത്ര കിട്ടുന്ന എമൗണ്ട്? ഇതാണെന്ത്? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ്. തീർന്നിട്ടില്ലേ? എത്ര എമൗണ്ട് കിട്ടുന്നത്? എത്ര? 203. ഉറപ്പന്നല്ലേ? നിന്നെ വിശ്വസിക്കുന്ന ഞാൻ. ഇനി എന്താ വരിക? ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഇനി അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റലിന് നമ്മൾ എന്താ ചെയ്യുക? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും എടുത്തു വെക്കുക. കറണ്ട് അസറ്റിൽ ക്യാഷ് ഒഴികെ ബാക്കിയെല്ലാം എടുക്കണം. അതായത് ഇവിടെ വരെ. ഞാൻ ആ ക്യാഷിൻ്റെ മുകളിൽ ലൈന് വരച്ചിട്ടില്ലേ? അത് വരെയാണെന്ത് നമ്മൾ എടുക്കുന്ന ഐറ്റംസ്. ഓക്കെ അല്ലേ? അപ്പം കറണ്ട് അസറ്റിൽ എന്തൊക്കെയാന്ന് നോക്കാലോ. 2005-06 ഈടുന്ന് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കണേ. നിങ്ങൾക്കും അങ്ങനെ തന്നെ അല്ലേ? ആ, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കണേ. ഇൻവെന്ററി കൂടുകയാണോ ചെയ്ത് കുറയാണോ ചെയ്തേ? അതിൻ്റെ അർത്ഥം എന്താ? ഡിക്രീസ് സംഭവിച്ചാൽ ഇൻവെന്ററി വിൽക്കുമ്പോൾ എന്ത് വരും? ക്യാഷ് ഉള്ളിലേക്ക് വരും. അപ്പം എത്ര ആഡ് ചെയ്യണം? 105 മൈനസ് 98 എത്രയാണ്? എത്രയാ? അപ്പൊ ആഡ് ഡിക്രീസ് ഇൻ ഇൻവെന്ററി. മനസ്സിലാകുന്നുണ്ടോ? എത്രയാണ്? ഉറപ്പന്നല്ലേ? ലാസ്റ്റ് ശരിയായ മതി. ട്രേഡ് റിസീവബിൾസ് എന്താ സംഭവിക്കുന്നത്? കൂടുകയാണോ ചെയ്യുന്നത് കുറയാണോ ചെയ്യുന്നത്? കൂടുന്നതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ക്യാഷ് കിട്ടാനുണ്ട്. അത്ര ക്യാഷ് ഇപ്പോഴും കുറഞ്ഞു കിടപ്പുണ്ട്. അപ്പം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. മനസ്സിലായോ? എത്ര എമൗണ്ട് ഡിഫറൻസ് വരുന്നത്? ഇൻക്രീസ് ഇൻ ട്രേഡ് റിസീവബിൾസ്. എത്ര എമൗണ്ട്? 18 മൈനസ് അല്ലേ? എടാ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് പ്ലസ് ആണെങ്കിൽ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് എന്താ? മൈനസ്.
അങ്ങനെ പഠിച്ചാലും മതി കേട്ടാ. 18 16 ഇവനെ ഞാൻ നീ 18 എന്നല്ല പറഞ്ഞേ. ഓക്കെ, അടുത്തത് ഡിവിഡൻഡ് റിസീവബിൾ എത്രയാ വരുന്നേ? കൂടുക ചെയ്തേ കുറയാ ചെയ്തേ? കൂടി. ഇപ്പം എന്താ ചെയ്യാ നമ്മള്? സെവൻ അല്ലേ? ഇനി കറണ്ട് ലയബിലിറ്റീസിൽ പോവാണേ. ഈ ഒരു ഏരിയ കുറച്ച് നല്ലോണം സമയം പിടിക്കും. ശ്രദ്ധിക്കേ, കറണ്ട് ലയബിലിറ്റീസിൽ എന്താ സംഭവിക്കുന്നത്? ട്രേഡ് പേയബിൾസ് എന്താ വന്നേ? അപ്പൊ പൈസ കൊടുത്തിട്ടുണ്ടാവൂലേ? എത്രയാ പറഞ്ഞേ? 2 അല്ലേ? ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് എക്രൂവൽ കുറയാണോ ചെയ്യുന്നത് കൂടാണോ ചെയ്യുന്നത്? വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടാവും. എത്ര എമൗണ്ട്? 2 തന്നെയാണോ? ടാക്സ് പേയബിൾ എന്താ ചെയ്തേ? കുറയാണോ ചെയ്തേ കൂടാണോ ചെയ്തേ? കൂടി. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം കുറക്കണം എന്നാ? കൂട്ടണം. പക്ഷേ ടാക്സിന് വേറെ തന്നെ അഡ്ജസ്റ്റ്മെന്റാ, അത് എടുക്കണ്ട. ബാക്കി നിങ്ങൾ പ്ലസ് ചെയ്തേ, എല്ലാം ആഡ് ചെയ്തേ. ടാക്സിന് വേറെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ബാക്കി എത്രയാ കിട്ടുന്നത്? 192 കിട്ടുന്നുണ്ടോ? 183 ഇവിടെയോ എന്തോ. ഇവിടുന്ന് ഇവിടത്തേക്കാക്ക് 203 താഴോട്ടേക്കാക്ക്. നിങ്ങളുടെ തന്ന എമൗണ്ട് എല്ലാം കറക്റ്റ് ആണെന്നാ ഞാൻ അസ്യൂം ചെയ്തതേ. എടാ ഇതില് ഡിവിഡൻഡ് റിസീവബിള് ശ്രദ്ധിക്കടാ. ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ എടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നോക്കിയേ, എമൗണ്ട് കിട്ടുന്നുണ്ടോ നോക്കിയേ. 192 കിട്ടണം ബാക്കിത്തെ ആൻസർ അനുസരിച്ച്. ഡിവിഡൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റിംഗിൽ എടുക്കുന്നുണ്ടേ. എത്ര കിട്ടുന്നേ? 190. എന്താ നാഷണൽ എന്താ? ഇൻട്രസ്റ്റ് പേയബിൾ അക്കൗണ്ടിലും പോകും. ബാക്കി എത്ര? ടാക്സ് പേയബിൾ ഇൻട്രസ്റ്റ് പേയബിൾ അപ്പുറത്ത് പോകും. ടാക്സ് പേയബിൾ ഇൻട്രസ്റ്റ് ഒന്നിച്ച് എന്താ എടുക്കാണ്ടെന്നുള്ളത് അടുത്തത് പഠിക്കുവേ. വേഗം ചെയ്യും. ഇതുവരെ ഉള്ളത് വേഗം ചെയ്യും. ഡാ ശ്രദ്ധിക്കടാ, ഞാൻ പിന്നെ 3 മണിവരെ എടുക്കും ബ്രേക്ക് തന്നിട്ട്. അങ്ങനെയാണോ? നിങ്ങൾക്ക് നല്ലോണം അറിയാം ഞാൻ അങ്ങനെ എടുക്കൂല. അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യൂ, ഞാൻ അങ്ങനെ ചെയ്യൂ. എന്നിട്ട് ഞാൻ ഈ ആഴ്ച മൊത്തം ക്ലാസ് എടുക്കൂ. ശ്രദ്ധിക്കേ, ഇനി ഒച്ചാക്കിയാലോ ഡെസ്കിൽ വന്നിട്ട് ഞാനിത് മുട്ടും. ശ്രദ്ധിക്കേ, തലക്കൂട്ടണാ കിളി പോയാലോ? എടാ ശ്രദ്ധിക്കേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നമ്മൾ നേരത്തെ ചെയ്തതിൽ എന്ത് കട്ട് ചെയ്തിട്ടുണ്ട്? 3 സാധനം കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻവെസ്റ്റിങ്ങിലേക്ക് പോകണ്ടാന്ന്, വേറെ 2 സാധനം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇൻട്രസ്റ്റും ടാക്സും അല്ലേ? അതെന്തിനാ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ അതിന് രണ്ടിനും വേറെ സെപ്പറേറ്റ് അക്കൗണ്ട് ആക്കണം. നമ്മൾ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആക്കിയ പോലെ ഇൻട്രസ്റ്റ് പേയബിളിന് ഒരു അക്കൗണ്ടും പിന്നെ
ടാക്സ് പേബിളിന് അല്ലെങ്കിൽ ടാക്സ് ചാർജസിന് വേറെ അക്കൗണ്ട്, ടാക്സ് പേബിളിന് വേറെ അക്കൗണ്ട് തുറന്നോ. എന്നിട്ട് നിങ്ങളുടെ SOFPയിലുള്ള എക്രൂവൽസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്, ഇൻട്രസ്റ്റ് എക്രൂവലിൻ്റെ. ഓക്കെ, SOPയിലുള്ള കണ്ടന്റ് ഇത് 20 ക്രെഡിറ്റ് സൈഡ് പോകും അല്ലേ, ബാലൻസിങ് ചാർജ്. നിങ്ങൾക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്ത്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. മനസ്സിലാവാൻ ബാക്കിയുള്ള ആളുണ്ടാ? ഇൻട്രസ്റ്റ് പേയബിൾ അക്കൗണ്ട് തുറക്കുക, എക്രൂവൽസ് ബ്രോട്ട് ഫോർവേഡ്, ക്യാരിഡ് ഫോർവേഡ്. ഓക്കെ, അതിനുശേഷം അക്കൊല്ലത്തെ SOPയിൽ എടുത്ത ചാർജ് 22. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബാലൻസിങ് ഫിഗർ എക്സ്പെൻസ് അക്കൗണ്ട് പോലെ തന്നെ, എക്സ്പെൻസ് പേയബിൾസ് അക്കൗണ്ട് പോലെ തന്നെ ഇതും ചെയ്തോ. അതേപോലെ ടാക്സ് പേയബിൾ, അവിടെ ശ്രദ്ധിക്കുക, ഇതും കൂടി ശ്രദ്ധിച്ചിട്ട് പോകും. ടാക്സ് പേയബിളിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഉണ്ട് അല്ലേ. SOPയിൽ അന്ന് കൊടുത്ത ടാക്സ് ഉണ്ട്, അപ്പം ഡിഫറൻസ് ആയിരിക്കും എന്ത്, ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ചെയ്തോ, 2 അക്കൗണ്ടും ഉണ്ടാക്കുക, എന്നിട്ട് എത്ര ബാലൻസ് എന്ന് പറയാം. ഇൻട്രസ്റ്റ് പേയബിൾ അക്കൗണ്ട് ബ്രോട്ട് ഫോർവേഡ് എത്രയാ, ആ എത്ര എക്രൂവലാണ്. അപ്പൊ എവിടുന്നാ തുടങ്ങുക, ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ കൊണ്ട് തുടങ്ങുക. എത്രയാണ്, 5. ഓക്കെ, ക്യാരിഡ് ഫോർവേഡ് എത്രയാ, 3. ഓക്കെ, ഇനി SOPയിലെ ചാർജ് എത്രയാ, ഫിനാൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് എന്താ ഉള്ളത്, 22. ഓക്കെ. അടുത്തത് എത്രയാ ബാലൻസിങ് ഫിഗർ വരുന്നത്, 23, 24. 24. അതിനെന്താ പറയാ, ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് പെയ്ഡ്. എത്രയാ വരുന്നേ, 24. എടാ ഓക്കെ അല്ലേ. ഈ 24 എവിടെ പോവും, ഇതേപോലെ എന്തുണ്ടാക്കും, ടാക്സ് പേയബിൾ അക്കൗണ്ട് ബ്രോട്ട് ഫോർവേഡ് ബാലൻസ് എത്രയാ, 67. അക്കൊല്ലത്തെ SOPയിൽ ചാർജ് എത്രയാ, 71. സംസാരിക്കാണ്ട് ചെയ്യടാർന്ന്. ഇനി ക്യാരിഡ് ഫോർവേഡ് എത്രയാ, 76. ടാക്സ് പെയ്ഡ് അപ്പം എത്രയാ വരുന്നേ, 62. ഓക്കെ. ആ 62 എവിടെയും പോവും,
എത്ര വരുന്നേ? 192 മൈനസ് 62 മൈനസ് 24 എത്രയാ? 106. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലോ? ഇങ്ങനെ എഴുതിയിട്ടല്ലേ അല്ല സ്ക്രിബിൾ ചെയ്തിട്ടല്ലേ? താഴെ എഴുതിയിട്ടാണോ നല്ലതല്ല ഞാൻ മറ്റെങ്ങനെ ചക്കളപ്പക്കള എഴുതിയിട്ടാണല്ലോ. കഴിഞ്ഞ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഉള്ളിലേക്ക് വരുന്നൊക്കെ ആഡ് ചെയ്യുക, പുറത്തേക്ക് പോകുന്നൊക്കെ മൈനസ് ചെയ്യുക. അസറ്റ് പർച്ചേസ് ചെയ്ത ക്യാഷ് ഇങ്ങോട്ട് വരുമോ, ക്യാഷ് അങ്ങോട്ട് പോവോ? അങ്ങോട്ട് പോവും, മൈനസ് ചെയ്യുക. സെയിൽ ചെയ്യുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് വരുമോ, പുറത്തേക്ക് പോവോ? ഇങ്ങോട്ട് വരും, ആഡ് ചെയ്യുക. അതാണ് ബേസിക് ലോജിക്. ഇനി ഇൻവെസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? നമുക്കൊന്നിക്കിൽ ബാങ്കിൽ പോയിട്ട് നമ്മളുടെ ബാലൻസ് നമ്മൾ ഇട്ട് വെക്കും. ഓക്കെ, ബാങ്കിൽ പോയിട്ട് ഹിബ, അർഷിത ബാങ്കിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതിൻ്റെ പേരിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ലേ ഇൻവെസ്റ്റിങ്ങിൽ എടുക്കുക. അതേപോലെ നമ്മൾ വേറൊരു കമ്പനിയുടെ ഷെയർസ് പോയിട്ട് വാങ്ങും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻസ് ഇങ്ങോട്ട് കിട്ടും. ഡിവിഡൻഡ് റിസീവ്ഡ് അല്ലേ, അതും എന്ത് ചെയ്യുക? ആഡ് ആക്കുക. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റനിൽ ഉണ്ടായ ഒരു മിസ്റ്റേക്ക്, ഡിവിഡൻഡ് റിസീവബിൾ നമ്മൾ ആഡ് ചെയ്തതാണ്. അത് ശരിക്കും എവിടെയാണ് പോകേണ്ടത്? ഇവിടെയാണ് പോകേണ്ടത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഡിവിഡൻഡ് റിസീവ്ഡ് മാത്രമേ പോകാൻ പറ്റുവേ, കിട്ടാത്ത സാധനം വരരുത്. കിട്ടിയ ക്യാഷ് ആയിട്ട് കിട്ടിയത് മാത്രമാണ് ഇവിടെ പറ്റുള്ളൂ. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലായാലും ക്യാഷ് ഫ്ലോൻ്റെ ഏത് കമ്പനൻസിലായാലും പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇതൊക്കെ ചെയ്തിട്ട് ഇതിന് പുറമെ നമ്മൾ ഇൻടാഞ്ചിബിൾസ് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ എന്ത് പോകും? നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും, മൈനസ് ചെയ്യാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻകം കിട്ടിയാൽ ആഡ് ചെയ്യാം. റെൻറ്റ് റിസീവ്ഡ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. പിന്നെ IAS 38 ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. വളരെ ഈസിയാണ്. പ്രശ്നം ഇവിടെ വരുന്നത് നോൺ കറണ്ട് അസറ്റ് അക്കൗണ്ട് ആക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് പർച്ചേസ് ഓഫ് ദ ഇയർ കണ്ടുപിടിക്കാൻ. ക്ലിയർ? അപ്പോൾ ഒരു നോൺ കറണ്ട് അസറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ ഈ ബ്ലൂവിൽ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളതൊക്കെ FR കണ്ടൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് ആവശ്യമില്ല. അപ്പം നോൺ കറണ്ട് അസറ്റ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അസറ്റ് അക്കൗണ്ട് ആണ് കൂടുന്നതൊക്കെ ഇവിടെ, കുറയുന്നതൊക്കെ ഇവിടെ. ഡൗട്ട് ഉണ്ടോ? ബാലൻസ് ബ്രോഡ് ഡൗൺ ഇവിടെ, ക്യാരിഡ് ഫോർവേഡ് ഇവിടെ. ഡൗട്ട് ഇല്ലല്ലോ? പിന്നെ പർച്ചേസ് ചെയ്തത് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. റീവാലുവേഷൻ ഗെയിന് ക്വസ്റ്റനിലുണ്ടാവും, അത് ആഡ് ചെയ്യാം. റീവാലുവേഷൻ ഗെയിൻ അസറ്റിനെ കൂട്ടും, ഡെബിറ്റ് ചെയ്യാം. പിന്നെ ഡിപ്രീസിയേഷൻ അസറ്റിനെ കുറക്കും, ക്രെഡിറ്റ് ചെയ്യാം. ഇംപേയ്മെൻ്റ് അസറ്റിനെ കുറക്കും, ക്രെഡിറ്റ് ചെയ്യാം. റീവാലുവേഷൻ ലോസ് അസറ്റിനെ കുറക്കും, ക്രെഡിറ്റ് ചെയ്യാം. ഡിസ്പോസൽസ് അസറ്റിനെ കുറക്കും, ക്രെഡിറ്റ് ചെയ്യാം. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യും. ബാലൻസിങ് ഫിഗർ ആണ് എന്ത്? പർച്ചേസസ്. ക്ലിയർ? സെയിം ലോജിക്ക് തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സിനും സെയിം തിങ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് അപ്പം ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഉണ്ടാവും, ഡിവിഡൻസ് റിസീവ്ഡ് ഉണ്ടാവും, നോൺ കറണ്ട് അസറ്റ് സെൽ ചെയ്തിട്ടുള്ള പ്രൊസീഡ്സ് ആഡ് ചെയ്യാനുണ്ടാവും, അതേപോലെ പർച്ചേസ് ഓഫ് എൻ അസറ്റ് മൈനസ് ചെയ്യാനുണ്ടാവും. ക്ലിയർ അല്ലേ? ഇനി ഇൻട്രസ്റ്റ് റിസീവബിളിൻ്റെ അക്കൗണ്ട് ആണിത്, T അക്കൗണ്ട് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ഇവിടെ കാണിക്കും. ഓക്കെ, ക്യാരിഡ് ഫോർവേഡ് നേരെ ഉൾട്ട. SOPL കറണ്ട് ഇയർ ഇൻകം ഉണ്ടാവും. ബാലൻസിങ് ഫിഗർ ആണെന്ത്? ക്യാഷ് റിസീവ്ഡ്. അണ്ടർസ്റ്റുഡ് അല്ലേ? അപ്പോൾ ഡിവിഡൻഡ് റിസീവ്ഡിൻ്റെ കേസും റിസീവബിൾസിൻ്റെ കേസും ഇത് തന്നെയാണ്. ഇൻട്രസ്റ്റ് റിസീവബിളും ഡിവിഡൻഡ് റിസീവബിൾ, ഏത് ഇൻകം റിസീവബിൾ ആയിട്ടുണ്ടോ അതിനെല്ലാം ഒരേപോലത്തെ T അക്കൗണ്ട്. അണ്ടർസ്റ്റുഡ്? അപ്പം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ സെയിം സാധനം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പോവാണേ. സെയിം SOFP. നിങ്ങൾക്ക് എക്സാമിന് ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഏതെങ്കിലും ഒന്നേ ഉണ്ടാക്കാൻ പറയൂ. ഒന്നിക്ക് ഇൻവെസ്റ്റിംഗ് ആയിരിക്കും, ഓപ്പറേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിനാൻസിങ് ആയിരിക്കും. ഓക്കെ, മിനിമം ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് അത്രേ വരുള്ളൂ. അപ്പോൾ ആ 2 to 3 ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യുക? 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പം ഉണ്ടാവുള്ളൂ.
അപ്പം ഒന്ന് ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് ആണെങ്കിൽ മറ്റേത് ഫിനാൻസിങ്ങോ ഇൻവെസ്റ്റിങ്ങോ ആയിരിക്കും. ക്ലിയർ? ഓക്കെ അല്ലേടോ? ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടേ, ഒച്ച ആക്കരുതേ, മൈക്കും ഇല്ലാത്തതൊന്നും. എൻ്റെ ഒച്ച പോവും. ഒച്ച പോയിട്ടില്ല ഇതുവരെ. പക്ഷെ ശ്രദ്ധിക്കേ, നോൺ കറണ്ട് അസറ്റ് ഞാൻ മാർക്ക് ചെയ്യുവാണേ. ഓക്കെ, നോൺ കറണ്ട് അസറ്റിന് എത്രയുണ്ട്? 750 ഓപ്പണിംഗ് ബാലൻസ്, 1048 ക്ലോസിംഗ് ബാലൻസ് അല്ലേ? അല്ലടോ, നമ്മൾ നേരത്തെ ഡിപ്രീസിയേഷൻ പഠിച്ചു വെച്ചിട്ടില്ലേ, അത് ക്രെഡിറ്റ് സൈഡ് കൊടുക്കുക. സെയിൽ ഓഫ് ദി അസറ്റ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടേ, എത്രയാണ്? 80. ഓക്കെ, അതിൻ്റെ എമോർട്ടൈസേഷൻ 15 അല്ലേ? അപ്പം അസറ്റിൻ്റെ ടി അക്കൗണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്രയാണ് അക്കൊല്ലത്തെ പേർച്ചേസിന് കിട്ടും. ആക്കിക്കോ, അസറ്റ് അക്കൗണ്ട് തുറന്നോ വേഗം. അല്ല, അതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ സ്ഥലമുണ്ടോ? എനിക്ക് സ്ഥലമില്ല. നിങ്ങളൊരു പേജ് വിട്ടിനോ? നിങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് എഴുതേത്. എന്നാൽ സൈഡ് ഹെഡിങ് എഴുതിക്കോ, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. എന്തോ ഒരു വർത്താനാ. ഓക്കെ, ശ്രദ്ധിച്ചേക്കെ. സംസാരിക്കുന്ന ആളെല്ലാം മങ്കി ഡോങ്കി എല്ലോ. ബി എന്താ? ക്യാഷ് ഫ്ലോ ഫ്രം എന്താ ആക്ടിവിറ്റി ആടാ? എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എന്താ ഇങ്ങനോ? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഞാൻ വൃത്തിയിൽ എഴുതാൻ നോക്കട്ടെ. ഓക്കെ, ശ്രദ്ധിക്കേ. അപ്പൊ ഫസ്റ്റ് വൺ എന്തേലും പറഞ്ഞേ? ഡിവിഡൻഡ് റിസീവ്ഡ്. പിന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ലടാ. പിന്നെ സെയില് നടക്കുന്നുണ്ട്. പേർച്ചേസും മിക്കവാറും ഉണ്ടാവും. ഓക്കെ, ഇനി നോക്കാലോ. ഡിവിഡൻഡ് റിസീവ്ഡ് അക്കൗണ്ട് ആക്കാണേ. ബ്രോഡ് ഫോർവേഡ് എത്രയാ? വേമേ പറ. ക്യാരിഡ് ഫോർവേഡ് എത്ര? ഓക്കെ, SOPL എത്രടാ? 5 രണ്ടും 57ആ? എടാ, റിസീവബിളുടെ SOPL ഏത് സൈഡാ? എത്രയായിരുന്നു? 57 അല്ലേ? അപ്പം ഡിവിഡൻഡ് റിസീവ്ഡ് എത്രയാണ്? എത്ര വരുന്ന ബാലൻസ്? എമൗണ്ട് എത്രയാടാ? 50? നോക്കട്ടെ. നിങ്ങൾ പറയുന്നതിനെ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കതേ. ഓക്കെ, 50. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? 50 ഫില്ല് ചെയ്യാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റിസീവബിൾസ്, ബ്രോഡ് ഫോർവേഡ്, ക്യാരിഡ് ഫോർവേഡ് അതെല്ലാം ഉണ്ടാ? ഒന്നും തന്നിട്ടില്ല. അപ്പം എന്ത് ചെയ്യുക? 15 തന്നെ കിട്ടിയെന്ന് അസ്യൂം ചെയ്യാം.
അണ്ടർസ്റ്റുഡ്? SOPL അതേ സെയിം കണ്ടന്റ്. SOPL ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകത്തിന്റെ അടിയിൽ എന്താണോ അത് മാത്രം എടുക്കുക. അടുത്തെന്താ? സെയിൽസ് അറിയില്ല, പെർച്ചേസ് അറിയില്ല. അത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സംസാരിക്കില്ലടോ. PPE അക്കൗണ്ട് ബാലൻസ് ബ്രോഡ് ഫോർവേഡ് എത്ര? നോൺ കറണ്ട് അസറ്റ് നോക്ക് വേഗം. എത്രടാ? ക്യാരിഡ് ഫോർവേഡ് 10. അക്കൊല്ലം ഡിസ്പോസ് ചെയ്തത് എവിടത്തേക്കാ കൊണ്ടുപോവാ? ഡിസ്പോസൽസ് അക്കൗണ്ടിലേക്ക്. എന്താടാ ചാപ്റ്റർ ഒന്നും നോക്കണ്ടട്ടാ. ഡിസ്പോസൽസ് അക്കൗണ്ടിലേക്ക് എന്ത് പോകും? 80 അല്ലേ വിറ്റത്? അതേ സാധനം ഇവിടെയും. ഓക്കെ, ഇവിടെ എന്തും വരും? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എത്രയേനു? ഡിസ്പോസ്ഡ് 15 അല്ലേ? അപ്പൊ ഇവിടെ ബാലൻസിങ് ഫിഗർ ആയിരിക്കും എന്ത്? പ്രൊസീഡ്സ് എത്രയാ? എത്രയുടെ ബാലൻസിങ് ഫിഗർ? ലോസും ഇല്ലേ? ലോസ് ഓൺ ഡിസ്പോസൽസ് ഇല്ലേ? 5. അപ്പൊ എത്ര ബാലൻസ് വരുന്നേ? ഉറപ്പല്ലേ? എടാ ഇതില് ഡൗട്ട് ഉണ്ടാ? മുമ്പത്തെ ലെസൺ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും കത്തൂല കേട്ടാ. കത്താത്ത ആളെ നോക്കട്ടെ. ഞാൻ ഒന്നും പറയൂല. കത്താത്ത ആള് കൈ വന്നിച്ചേ. ഡിസ്പോസൽസ് അക്കൗണ്ട് അറിയോ? ഗ്രൂപ്പ് 1 കാറ്റഗറി. എവിടുന്നാ കൂടുന്നേ? PPE എന്നാ കൂടുന്നേ. എങ്ങനെയൊക്കെ കുറയും? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ വഴി കുറയും. അതേപോലെ അക്കൊല്ലം ആ വിൽക്കുമ്പോഴുള്ള ലോസ് കാരണം കുറയും. ബാലൻസിങ് ഫിഗർ ആണെന്ത്? ക്യാഷ് റിസീവ്ഡ്, അതായത് സെയിൽസ്, പ്രൊസീഡ്സ് ഫ്രം സെയിൽസ്. എത്ര എമൗണ്ട്? എടാ സെയിൽ എത്ര കിട്ടിയ? സെയിൽ ചെയ്തിട്ട് എത്ര കിട്ടിയ? പ്രൊസീഡ്സ് 60 ആഡ് ചെയ്യാം. ഇനി നിങ്ങൾ SOFPയിൽ റീവാലുവേഷൻ എടുത്തേ. റീവാലുവേഷൻ സർപ്ലസ്. SOFPയിൽ റീവാലുവേഷൻ സർപ്ലസ് എടുക്ക്. SOFPയിൽ റീവാലുവേഷൻ സർപ്ലസ് അല്ലടാ ഈ ക്വസ്റ്റ്യൻ്റെ എടുത്താ എത്രയാ കിട്ടുന്നേ? 12 എത്രയായി മാറുന്നുണ്ട്? വെറും 12 ഉണ്ടായത് എത്രയായി മാറി? 212. റീവാലുവേഷൻ ഗെയിൻ എത്ര സംഭവിച്ചു? 200. ഡൗട്ട് ഉണ്ടായിരിക്കെങ്കിലോ? ഡൗട്ട് ഉണ്ടടാ? അപ്പൊ റീവാലുവേഷൻ ഗെയിൻ എത്രയാ? റീവാലുവേഷൻ ഗെയിൻ ആവുമ്പോൾ എന്ത് ചെയ്യും? അസറ്റിന്റെ വാല്യൂ കൂടും അല്ലേ? കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും. എത്ര കൂടിയേ? 212 മൈനസ് 200 എത്രയാ? സോറി 12. അപ്പം എത്രയാ? 200. ഇനി നിങ്ങൾക്കൊരു ബാലൻസിങ് ഫിഗർ കിട്ടും. അതാണ് പെർച്ചേസസ്. എത്രയാണ്? എത്രയുടെ എമൗണ്ട്? എത്ര? 1048 പ്ലസ് 80 അടക്ക. പിന്നെ 750 പ്ലസ് 200 മൈനസ് ചെയ്യുക അതിൽ നിന്ന്. എത്ര കിട്ടുന്നേ?
$178. അപ്പോൾ പർച്ചേസസ് മൈനസ് ചെയ്യണ്ടേ? എത്രയാണ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്? എത്ര കിട്ടുന്നേ? എത്ര മൈനസ് കിട്ടുന്നേ? ഉറപ്പാ? എത്രയാണ്? -53. -53 എന്ന് പറയുമ്പോൾ നെഗറ്റീവ്. ഞാനൊന്ന് പറയട്ടെ, നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയാം. പോസിറ്റീവ് വരുമ്പം ക്യാഷ് ഫ്ലോ ഫ്രം ജനറേറ്റഡ് ഫ്രം എന്ന് പറയാം. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഒന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, യൂസ്ഡ് എന്ന് പറയുമ്പോൾ മൈനസ് ബാലൻസ് വരുമ്പോൾ യൂസ്ഡ് എന്നാവാം. അതായത് നമ്മൾ അത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് വരുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഫ്രം എന്നാ പറയാം. പക്ഷെ അത് പറയണമെന്നില്ല, ജസ്റ്റ് പറഞ്ഞതാ. ഓക്കെ, മതി. അപ്പം തുടങ്ങിക്കോളൂ. എടാ ശ്രദ്ധിക്കേ, ഞാനീ പറഞ്ഞ അക്കൗണ്ട് ഇടല്ലേ, ഇതേ സാധനം അപ്പുറത്തുണ്ട് കേട്ടാ. ഇവിടെ ഉണ്ടോ? ഇവിടെയും ഉണ്ട്. അത് ഞാൻ അയച്ചുതരും. രണ്ടിടത്തും ഉണ്ട്. ഇതും അതന്നെയാ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടോ? മാർക്ക് ചെയ്തിട്ടില്ലല്ലേ? അടുത്തത് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക എവിടത്തേക്കാ? ഷെയർ ക്യാപിറ്റലിന്റെ അടിയിലും നോൺ കറന്റ് ലയബിലിറ്റീസിന്റെ അടിയിലേക്കാണ് നോക്കണ്ടേ. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേടോ? അതായത് ഫിനാൻസിങ് എന്ന് പറയുമ്പോ കമ്പനിയുടെ ഫണ്ട് രണ്ട് രീതിയിലാണ് കിട്ടാം. ഒന്നെന്താ? ഇക്വിറ്റി, ഒന്ന് ഡെപ്റ്റ്. ഡാ സാബത്തെ എല്ലാം യൂട്യൂബിൽ വരും കേട്ടാ. ഇക്വിറ്റിയും ഡെപ്റ്റും. ഫിനാൻസ് രണ്ട് രീതിയിലാണ്, ഇക്വിറ്റിയും ഡെപ്റ്റും. അപ്പൊ ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എവിടെയാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റീസിന്റെ താഴെയാണ്. ഇനി വർത്തമാനം പറയുന്ന ആളില്ലേ? ഞാൻ ഒഴികെ കിട്ടാ. ഓക്കെ, ശ്രദ്ധിക്ക. അപ്പൊ ഇവിടെ എന്തൊക്കെ പെട്ടോ? പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ് പെട്ടോ, പ്രൊസീഡ്സ് ഫ്രം റെസീപ്റ്റ് ഓഫ് ലോൺസ് ഓർ ഡിബെഞ്ചേഴ്സ് പെട്ടോ. അതായത് കടം വാങ്ങിയിട്ടായാലും ക്യാഷ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ക്യാഷ് ആഡ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഔട്ട്ഫ്ലോ എന്തൊക്കെ പെടും? നമ്മൾ ലോൺസ് റീപേ ചെയ്യുക, ഡിവിഡൻസ് പേ ഓഫ് ചെയ്യുക, ഇൻട്രസ്റ്റ് പേ ഓഫ് ചെയ്യുക, അങ്ങനെയൊക്കെ എന്ത് വരും? ഔട്ട്ഫ്ലോ വരും. ക്ലിയർ അല്ലേ? അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ. ഇഷ്യൂ ഓഫ് ഷെയർസ് വരും, ഇഷ്യൂ ഓഫ് ലോൺ നോട്ട്സ് വരും. റിഡംഷൻ എന്ന് പറയുന്നത് റീപേയ്മെൻറ്റാണ്, റീപേയ്മെൻറ്റ് വരും. പിന്നെ ഡിവിഡൻഡ് പെയ്ഡിൻ്റെ ഇക്വേഷൻ കണ്ടോ നിങ്ങൾ? ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിലെ ചാപ്റ്ററിൽ ക്ലോസിംഗ് റീറ്റെയിൻഡ് ഏർണിങ്സ് കണ്ടുപിടിച്ചിട്ടില്ലേ? ക്ലോസിംഗ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് റീറ്റെയിൻഡ് ഏർണിങ്സ് പ്ലസ് P&L മൈനസ് എന്താണ് പറ? മൈനസ് എന്താ? ഡിവിഡൻഡ് പെയ്ഡ്. അപ്പം ഡിവിഡൻഡ് പെയ്ഡിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോവാം, ബാക്കിയെല്ലാം മൈനസ് ചെയ്യാം. അണ്ടർസ്റ്റുഡ്? അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡിവിഡൻഡ് പെയ്ഡിൻ്റെ ഇക്വേഷൻ കിട്ടും. അഥവാ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചൂടെ ഇന്ന്? ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ എമൗണ്ട് കിട്ടി. അപ്പോൾ അടുത്ത സൈഡ് ഹെഡിങ് എഴുതിക്കോ. സി എന്താണ്? ഇതെല്ലാം ശരിക്കും ഒന്നിച്ച് വരേണ്ടതാണ്. വർക്കിങ്സ് ഏറ്റവും ലാസ്റ്റാണ് വരണ്ടേ. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ ബ്രേക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒപ്പരം ചെയ്യുന്നത് അല്ല, ഒപ്പരം ചെയ്യാണ്ടിരിക്കുന്നത്. സോറി, ആടെ നല്ല പണിയാണ്. എഴുത്. ഓക്കെ,
റെഡി റെഡിയാടോ? സെയിം ക്വസ്റ്റ്യൻ തിരിച്ചെടുക്ക. എടുത്തിട്ട് ഷെയർ ക്യാപിറ്റലിലോട്ട് പോ. ഷെയർ ക്യാപിറ്റൽ കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? അപ്പൊ എന്ത് സംഭവിച്ചു? ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ സംഭവിച്ചു. എന്ത് ചെയ്യാ? ആഡ് ചെയ്യാ അല്ലേ? അപ്പൊ ഇഷ്യൂ ഓഫ് ഷെയർസ് എത്ര എമൗണ്ട്? 200 മൈനസ് 120 എത്രയാ? എത്ര? 80. ഷെയർ ക്യാപിറ്റലിടെ അടുക്ക്. ആ ഷെയർ പ്രീമിയം രണ്ടും ഒന്നിച്ചെടുത്തോ. രണ്ടും ഒന്നിച്ചെടുത്തേ. ഷെയർ പ്രീമിയം പ്ലസ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ പറ 306 ഇവിടെ എത്രയാ? 200. അപ്പൊ 106 അല്ലേ? അല്ലടാ? ഡൗട്ട് ഉണ്ടോ? ഷെയർ പ്രീമിയം ഷെയർ ക്യാപിറ്റൽ ഒന്നിച്ചെടുക്കുക. എത്രയാണ്? 106. ഇനി അടുത്തെന്താ? റിവാലുവേഷൻ സർപ്ലസ് മറ്റെടുത്താ. റീറ്റെയിൻഡ് ഏർണിങ്സും വേണ്ട. നോൺ കറന്റ് ലയബിലിറ്റീസിൽ എന്തൊക്കെ ഉണ്ട്? ലോണ് കൂടുകയാണോ ചെയ്തത് കുറയാണോ ചെയ്തത്? കുറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇപ്പം റിഡംഷൻ ഓഫ് റീപേയ്മെന്റ് ഓഫ് ലോൺ എത്രയാണ്? 100ആ? എത്രയായിരുന്നു? 100 തന്നെ. ഓക്കെ അല്ലേ? ഡിവിഡൻസിന്റെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡിവിഡൻസ് പെയ്ഡ് എന്തെങ്കിലും? എന്താണ്? ഡിവിഡൻസിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാടാ? SOPL. ഓക്കെ, ശ്രദ്ധിക്കാം. ഡിവിഡൻസ് പെയ്ഡ് നമുക്ക് വേണേ. എടാ ഇനി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കൊള്ളും. ഡിവിഡൻഡ് പെയ്ഡ് വേണ്ടേ? ഇക്വേഷൻ എന്താ? ഓപ്പണിംഗ് അപ്പുറം മാറ്റിട്ടെ. ഡിവിഡൻസ് പെയ്ഡ് ഇപ്പറാക്കി കഴിഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് റീറ്റെയിൻഡ് ഏർണിങ്സ് പ്ലസ് P&L, പിന്നെന്താ പറയാ? മൈനസ് ക്ലോസിംഗ് റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ല? എങ്ങനെയല്ല കണ്ടുപിടിക്കുക? ഡൗട്ട് ഉണ്ടാ? എടാ ഈ ഇക്വേഷൻ അറിയാത്ത ആളെ ബന്ധിച്ചേ. ശബ്നക്ക് അറിയില്ലല്ലോ. എന്തിട്ട് അറിയാത്ത? പഠിക്കാത്തോണ്ട്. എടാ ഈ ഇക്വേഷൻ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിന്റെ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കുന്ന ഇക്വേഷൻ ഇതാ. നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ വേറെയാണ്. അപ്പുറം ഇപ്പുറം മാറ്റിയിട്ട് ഈ ഇക്വേഷൻ കിട്ടും. നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ക്ലോസിംഗ് റീറ്റെയിൻഡ് ഏർണിങ്സിന്റെ ഇക്വേഷനാണ്. പക്ഷേ ഡിവിഡൻഡ് പെയ്ഡ് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ക്ലോസിംഗ് റീറ്റെയിൻഡ് ഏർണിങ്സ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡിവിഡൻസ് പെയ്ഡിന്റെ ഇക്വേഷൻ കിട്ടും. എത്ര എമൗണ്ട് ഇടാ? പറ. എടാ പഠിക്കണേ, കൂട്ടി വെക്കരുതേ. എത്രയാ? ഓപ്പണിംഗ് റീറ്റെയിൻഡ് ഏർണിങ്സ് 283 മൈനസ് 226. ഓ സോറി, 226 മൈനസ് അല്ല പ്ലസ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എത്രയാ? 92 മൈനസ് 286 അല്ലേ? അപ്പം എത്രയാ? 32 അല്ലേ? ഡൗട്ട് ഉണ്ടോ? 283 226 പ്ലസ് 92 മൈനസ് 283 35. ഓക്കെ ഡോ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഇത്രയും എമൗണ്ട്. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എത്രയാ? 29. ഉറപ്പല്ലേ? ഉറപ്പല്ലടാ? ഇനി A+B+C ചെയ്. നെറ്റ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നമുക്കറിയില്ല. എങ്ങനെ അറിയാം?
A+B+C ചെയ്താലാ നിങ്ങൾ ഇതുവരെ ചെയ്ത ആ 3 ആക്ടിവിറ്റീസും ഒന്നിച്ച് കൂട്ട് എത്ര കിട്ടുന്ന ഡാ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടാ? A+B+C ചെയ്യും. ഓപ്പറേറ്റിംഗിന്റെയും ഇൻവെസ്റ്റിംഗിന്റെയും ഫിനാൻസിന്റെയും ഒന്നിച്ച് ആഡ് ചെയ്യും. മിനിമം ഒരു 4-6 അങ്ങനെ. പക്ഷെ അയ്യെന്നാക്കണ്ട, ആ 2 മാർക്കിനായിരിക്കും നിങ്ങൾ ചിലപ്പോൾ പാസ്സാകാം. അപ്പൊ അയ്യെന്നാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ശ്രദ്ധിക്കുക, ക്യാഷ് ഫ്ലോന്റെ ലോജിക്കോടെ പഠിച്ചു കഴിഞ്ഞാല് എക്സാമിന് പാസ്സാവാം, അതായത് കിട്ടാൻ പറ്റുന്ന ഈസി മാർക്സ് ആണ് ക്യാഷ് ഫ്ലോന്റെ ക്വസ്റ്റ്യൻസ് കിട്ടാം. കാരണം വേറെ ഒരു ഫോമാറ്റിൽ നിന്ന് നിങ്ങൾക്ക് മാറി ചോദിക്കാനില്ല, എല്ലാ ഫോമാറ്റും നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, എക്രൂവൽസ് എല്ലാം പോലെ നിങ്ങൾക്ക് മാറി ചോദിക്കാൻ പറ്റുന്ന സ്കോപ്പ് ഇല്ല ക്യാഷ് ഫ്ലോസിന്. അണ്ടർസ്റ്റുഡ്? മാക്സിമം വരെ ഈ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനാ, അല്ലാണ്ട് വേറെ ഒന്നും വരില്ല. ഓക്കേടോ? എത്രയാ കിട്ടുന്നത് സാബിത്ത് എവിടെ വന്നിരിക്കണം? കിട്ടുന്നത് നെഗറ്റീവ് എമൗണ്ട് ആണോ പോസിറ്റീവ് എമൗണ്ട് ആണോ? പോസിറ്റീവ്. അപ്പൊ എന്താ പറയാ? നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് ഫ്ലോ. എത്രയാണ്? എത്രയാണടാ? 24. അതായത് A+B+C അല്ലേ? ഇനി ഡാ ഒറ്റ കുത്തരും. ഞാൻ തിരിച്ച് SOFPയിലേക്ക് പോയെന്നേ. SOFPയിൽ എനിക്ക് എന്ത് വേണം? ഇത് രണ്ടും വേണം. അപ്പം ഞാൻ ഇതിൽ എന്ത് ചെയ്യാണ്? ഓപ്പണിംഗ് എമൗണ്ട് എത്രയാ? 18 കിട്ടിയാൽ മതി റബ്ബേ. അപ്പം ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആഡ് ചെയ്യുക. എത്രയായിരുന്നു? 18 അല്ലേ? എമൗണ്ട് എത്ര കിട്ടുന്നത്? യോ ക്ലോസിംഗ് ക്യാഷ് കിട്ടിയില്ലേ? ഇതാണ് നമ്മളുടെ ലക്ഷ്യം. ക്ലോസിംഗ് ക്യാഷ് എത്രയാ? 42. രണ്ടും ടാലി ആയില്ലേ? അങ്ങനെയാണ്